എല്ലാവർക്കും സ്വാഗതം. കൃഷിയിറക്കാൻ അവരും തയ്യാറാണ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും തയ്യാറാവേണ്ട കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. പുതിയ പുതിയ പല കൃഷികളും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലവുമാണ് എല്ലാ തരത്തിലും. അതിനിടയിൽ ഇത്തരമൊരു വിഷയം ഈ സായാഹ്നത്തിൽ നമ്മൾ എടുക്കുമ്പോൾ കൗതുകകരമായ കുറേ കാര്യങ്ങളുണ്ട്. നമുക്കൊപ്പം ഉള്ളത് മന്ത്രിയെ അറിയാം. അതിനൊപ്പം ചേരുന്നത് ഈ അൽഗോരിതത്തിൻ്റെ കാലമാണല്ലോ. കൃഷിയുമായി ബന്ധപ്പെടാതെ സാങ്കേതികമായി അൽഗോരിതങ്ങളെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് സ്വന്തം രീതിശാസ്ത്രങ്ങൾ വികസിപ്പിച്ച് ആ അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ട് ഇവർ കൃഷി ചെയ്യുന്നുണ്ട്, ഇവർ വിതയ്ക്കുന്നുണ്ട്, ഇവർ കൊയ്യുന്നുണ്ട്, നമ്മളൊക്കെ ഉണ്ണുന്നുമുണ്ട്. ആദ്യം ദേവികയിലേക്ക്. ദേവിക, എന്താ നിങ്ങൾ ചെയ്യണത്? ഞങ്ങളൊരു സ്റ്റാർട്ടപ്പാണ്. 2020 കോവിഡ് സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3.5 ഇയേഴ്സായി. നമ്മൾ ചെയ്യുന്നത് അഗ്രികൾച്ചർ ഡ്രോൺസിൻ്റെ മാനുഫാക്ചറിങ് ആണ് ചെയ്യുന്നത്. നോർമലി ഒരു ഫാർമറിന് അവരുടെ ഫാമിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് പ്രത്യേകിച്ച് ഒരു 2017-18 സമയത്ത് ഒരു ഫ്ലഡ് വന്നതുകൊണ്ട് നമ്മളുടെ ക്രോപ്സിനൊക്കെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായി. അപ്പോൾ ആ ഇഷ്യൂസ് പെർട്ടിക്കുലർലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഡ്രോൺസ് ഡെവലപ്പ് ചെയ്തു. ഒരു ഡ്രോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് മാപ്പിങ്ങും മറ്റ് ഡ്രോൺ യൂസ് ചെയ്തിട്ട് അവിടെ സ്പ്രേയിങ്ങുമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലിപ്പോൾ സ്പ്രേയിങ് ഡ്രോണിന് DGCAയുടെ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫ്ലൈയിങ് ടൈമുള്ള ഡ്രോൺ നമ്മുടെയാണ്. ഓൾമോസ്റ്റ് 7 കമ്പനീസാണ് DGC സർട്ടിഫൈഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിലൊരു കമ്പനി നമ്മുടെയാണ്. ഇപ്പോൾ ഡ്രോൺസ് നമുക്ക് ഫാമേഴ്സിന് സെല്ല് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാ സ്റ്റേറ്റ്സിലും സബ്സിഡി സ്കീംസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഡ്രോൺസ് അവർക്ക് സെല്ല് ചെയ്യാൻ പറ്റും. അതുപോലെ ഒത്തിരി ലോൺസും അവൈലബിൾ ആണ്, അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ നമുക്കിപ്പോൾ ഇനിഷ്യലി ഇത് വാങ്ങാൻ പറ്റാത്തവർക്ക് സർവീസ് മോഡലായിട്ട് നമ്മൾ ഒരു ഏക്കറിന് ഇത്ര രൂപ വെച്ചിട്ട് അവരുടെ അവിടെ പോയി ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൻലി നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. ഈ മാപ്പിംഗ് ഡ്രോൺ, അത് മരുന്ന് തളിക്കുന്ന ഡ്രോൺ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ആദ്യത്തേത് എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിയാണോ ചെയ്യുന്നത്? എന്താ അതിൻ്റെ വ്യത്യാസം? അതെ, ആദ്യത്തെ ഡ്രോൺ യൂസ് ചെയ്തിട്ട് എന്താണ് അവിടെ പെർട്ടിക്കുലർ ഇഷ്യൂ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് അത് ഓട്ടോമാറ്റിക്കലി ഡേറ്റ ഈ ഡ്രോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് എവിടെയാണ് ഇഷ്യൂ ഉള്ളതെന്ന് വെച്ചാൽ പെർട്ടിക്കുലറായിട്ട് പോയി ചെയ്യാൻ പറ്റും. ഇത് യൂസ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഒരു ഇപ്പോൾ 100 ലിറ്റർ വെള്ളം വേണ്ട ഒരു സ്ഥലത്ത് നമുക്ക് 10 ലിറ്റർ വെള്ളം മതിയാവും. അപ്പോൾ റിഡക്ഷൻ ഓഫ് അഗ്രികൾച്ചർ ഇൻപുട്ടാണ്. അപ്പോൾ 70% റിഡക്ഷൻ ഓഫ് അഗ്രികൾച്ചർ ഇൻപുട്ട് ഇവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ നോസിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓരോ ക്രോപ്പും നമ്മൾ പെർട്ടിക്കുലർലി റിസർച്ച് ചെയ്തിട്ട്, യൂണിവേഴ്സിറ്റി ആയിട്ട് റിസർച്ച് ചെയ്തിട്ട് ഓരോ ക്രോപ്പിലും നമ്മൾ ഡേറ്റ കളക്ട് ചെയ്ത് 2 സീസണൊക്കെ നമ്മളത് ഇത് ചെയ്തിട്ട് അങ്ങനെയാണ് നോസിലൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്കത് ഈവൻ ആയിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് റിസർച്ചിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു 30% ഈൽഡ് ഇൻക്രീസ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. സോ ഇത് ഫാമേഴ്സിന് ഒത്തിരി നല്ല ബെനിഫിറ്റ്സ് ഉണ്ട്. ചിലവെങ്ങനെ കുറയ്ക്കാം എന്നുള്ള കാര്യത്തിലാണ് ദേവികയുടെ റിസർച്ചിലൊന്ന്. ഹരി മിനിസ്റ്ററിലേക്ക് വരും മുമ്പ് ഞാൻ ഹരിയിലേക്ക് പോവാണ്. ഹരിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഹരി ഓരോയിടത്തും പോയി അതത് വീടുകളിൽ ചെന്ന് ആ വീടുകളിലൊക്കെ എന്താണ് വേണ്ടത്, അവിടെ എന്ത് കൃഷി വേണം, നിങ്ങൾക്ക് പച്ചക്കറി ആണെങ്കിൽ പച്ചക്കറി, അതിനപ്പുറത്ത് എല്ലാ കാര്യങ്ങളും, ഒരു ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൻ്റെ മുഴുവൻ രീതികളും വളരെ കൃത്യമായി അവിടെ പോയി ഹരി അത് സെറ്റ് ചെയ്ത് കൊടുക്കും. അല്ലേ ഹരി? എന്തൊക്കെയാണ് ഹരി പോയി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ? ഓക്കെ, സോ നമ്മുടെ ഒരു ഫാം ഓട്ടോമേഷൻ കമ്പനിയാണ് ആക്ച്വലി ഇവാബിയ എന്ന് പറഞ്ഞത്. സോ നമ്മുടെ കമ്പനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കൃഷിക്കാരന് വേണ്ടി അവരുടെ ഫാമിലേക്കുള്ള നനയും വളവും എല്ലാം ഓട്ടോമാറ്റിക്കായി കൊടുക്കും. അപ്പോൾ ആ കൃഷിക്കാരന് അവരുടെ മൊബൈൽ ആപ്പ് വെച്ചിട്ട് അവരുടെ ഫാം എല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളൊരു പുതിയൊരു പ്രോട്ടോടൈപ്പിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. നമ്മളൊരു മനുഷ്യനെ കൃഷി ചെയ്യുന്ന എത്രത്തോളം ഒരു മനുഷ്യൻ്റെ ഒരു ലേബർ കുറയ്ക്കാൻ പറ്റുമോ അതാണ് അതിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ലൈക്ക് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ആകെ ജോലി പച്ചക്കറി പറിച്ചാൽ മാത്രം മതി, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് ആയിരിക്കണം. ആ ഒരു ഫീൽഡിലേക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രോട്ടോടൈപ്പ് ഡെവലപ്മെൻ്റ് ഉള്ളത്. അതിൽ നമ്മുടെ ഗവൺമെൻറ് ഫണ്ടിങ്ങിലാണ് നമ്മളതിപ്പം അതിൻ്റെ ഡെവലപ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹരി, അപ്പോൾ ഹരി, ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ദിവസവും വീട്ടിലെ ആൾ വേണ്ട കാര്യമില്ല, പുറത്തിരുന്ന് ചെയ്യാം. അതെ, ഇപ്പം നമ്മളൊരു നബാർഡിൻ്റെ ഒരു സ്കീമിൽ ഒരു പ്രോ പ്ലാന്റർ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചു നമ്മളൊരു 15 വീടുകളിൽ നമ്മുടെ ഒരു ഓട്ടോമേഷൻ സിസ്റ്റം വെച്ചു. അപ്പോൾ അവിടുത്തെ വീട്ടുകാർക്ക്
എവിടെ വേണേൽ പോവാം, ഒരാഴ്ച 2 ആഴ്ച വീട്ടിൽ നിന്ന് വെച്ച് മാറി താമസിച്ചാലും അവരുടെ വീട്ടിലെ കൃഷി അതേപോലെ നടന്നുകൊണ്ടിരിക്കും. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ആ ഒരു പച്ചക്കറി പറിച്ചാൽ മാത്രം മതി. ആ ഒരു ഇതിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മിനിസ്റ്റർ, 2 എൻഡിലുള്ള കുട്ടികൾ ഇപ്പോൾ നമുക്കൊപ്പം ഇരിക്കുകയാണ്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കേട്ടിട്ടുള്ള പാട്ടുകളിലൊന്ന് വളരെ ഇതായിട്ടൊരു നാടൻ പാട്ടുണ്ടായിരുന്നു. താനാ തനതിന്റെ താനാ തനതിന്റെ താനാ തനതിന്റെ തന്തിന്നോ, ആരാരും നനച്ചില്ല, ആരാരും വിതച്ചില്ല, താനേ മുളച്ചൊരു പൊന്തകര. അങ്ങനെ താനേ പൊന്തകര മുളച്ച് ഈ കേരളത്തിലെ മുഴുവൻ ആളുകളെയും ഊട്ടാവുന്ന കാലം കഴിഞ്ഞു. എന്താണ് ഈ കുട്ടികൾ അടക്കമുള്ളവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഈ പൊന്തകര വരിക തന്നെ വേണം. ഇപ്പോൾ മിനിസ്റ്ററുടെ നാട്ടിൽ നിന്നാണ് പണ്ട് തകഴി വന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കയർ എന്ന വലിയ നോവൽ അവസാനിപ്പിക്കുമ്പോൾ തകഴി പറഞ്ഞത്, ഇക്കാണുന്ന മനുഷ്യർക്കൊക്കെ ഉണ്ണണ്ടേ എന്നൊരു വലിയ ചോദ്യമാണ് ആ വലിയ പുസ്തകത്തിൻ്റെ അവസാനം തകഴി മുന്നോട്ട് വെച്ചത്. നമ്മളതിൻ്റെ ഏറ്റവും ഒരു ക്രൈസിസിൻ്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. എല്ലാ തരത്തിലും എന്ത് ചെയ്യാനാവും, ഇവരെ എങ്ങനെ സഹായിക്കാനാവും, എല്ലാവരും കൃഷി ചെയ്യണ്ടേ? തീർച്ചയായിട്ടും വളരെ വലിയ കുറേ കാര്യങ്ങളാണ് ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഇവിടെ പറഞ്ഞത്. ഒന്ന്, നമ്മളൊക്കെ കാണുന്ന ഈ ഡിജിറ്റൽ അഗ്രികൾച്ചർ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രാധാന്യത്തെയാണ് 2 ഭാഗത്തിരുന്നുകൊണ്ട് ഈ 2 ന്യൂ ജെൻ നമ്മൾ പറയുന്ന അവർ 2 പേരും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തന്നത്. നമുക്ക് ശരിക്കും നമ്മുടെ കാർഷിക മേഖല സ്വീകരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. അതിനെല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ ഫിസലേജിൻ്റെ ഈ ഡ്രോണിൻ്റെ കാര്യം ഞങ്ങളതിനെ സഹായിക്കാൻ. ഞങ്ങളിപ്പം കേര പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 2370 കോടി രൂപയുടെ പദ്ധതിയാണ് കേരളത്തിൽ 2024 മുതൽ ഏപ്രിൽ മുതൽ നടപ്പിലാവാൻ പോകുന്നത്. അപ്പോൾ ബഡ്ജറ്റിന് പുറത്ത് തന്നെ നമുക്കൊരു 1600 കോടിയോളം രൂപ ഈ കേരളത്തിന് ലഭ്യമാകുന്ന തരത്തിലാണ് ഞങ്ങൾ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി വരുന്നത്. അതൊരു 79-ന് ശേഷം ഇത്രയും വലിയൊരു തുക കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് ലഭ്യമായിട്ടില്ല, ബഡ്ജറ്റിന് പുറത്ത് തന്നെ. അതിലേറ്റവും പ്രധാനമായി കാണുന്നത് ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് നമ്മുടെ കാർഷിക മേഖലയെ സഹായിക്കാം. കർഷകന് വലിയ സഹായകമായി തീരുന്ന തരത്തിലേക്ക് അതെല്ലാം എത്തും. ഇപ്പുറത്ത് ഹരികൃഷ്ണൻ പറഞ്ഞത് തന്നെയാണ്. എനിക്ക് ഹരികൃഷ്ണൻ വളരെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ലോകത്ത് പലയിടങ്ങളിലും നിങ്ങൾ ഇസ്രായേലിലേക്ക് പറഞ്ഞു വിട്ടാണ്. അതാണ് ഹരി തിരിച്ചു വന്നു. ഹരി തിരിച്ചു വന്നു. നിങ്ങൾ മാധ്യമങ്ങളെല്ലാം അതിൻ്റെ വേറൊരു വസ്തുവാണ് പോയതെല്ലാം. ഞങ്ങൾ മാധ്യമപ്രവർത്തകരെയും കൂടെ നിശ്ചയിച്ചിരുന്നതാണ്. അപ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ മാധ്യമപ്രവർത്തകർ എന്നത് പ്രശ്നം ഇതാക്കിയിട്ടു മാധ്യമപ്രവർത്തകരുടെ പോയി കാണണമെന്നാണ് ഞാൻ ആലോചിച്ചിരുന്നത്. ഇവർ പോയി കണ്ടതുകൊണ്ട് കൃത്യമായിട്ട് കാര്യം അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ പോയി എല്ലാവരും ചിന്തിച്ച് എവിടെയായിരുന്നു ഇതുവരെയും. ഞാൻ ഈ ഹരികൃഷ്ണൻ ഇന്നാണ് ശരിക്കും പറഞ്ഞ നോട്ടീസ് കാണുമ്പോഴാണ് ഞാൻ ഹരികൃഷ്ണനാണ് ഇത് തന്നെ ആയിരിക്കുമോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം ചിന്തിച്ചെന്താണ്, ഇസ്രായേലിൽ പോയ സംഘം അതിലൊരാൾ മടങ്ങി വന്നില്ല. ആ വിവാദങ്ങളല്ലേ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കേട്ടുള്ളൂ, നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ അറിഞ്ഞുള്ളൂ. അവർ പോയി വന്നിട്ട് ആ പോയി വന്നതിൻ്റെ കൂടി റിസൾട്ട് അല്ലേ ഹരികൃഷ്ണ? അതെ അതെ അതെ, എനിക്ക് ആക്ച്വലി ഇസ്രായേലിൽ പോകാൻ പറ്റിയ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം എനിക്ക് അവിടെ പോയാലാണ് ഒരു കോൺഫിഡൻസ് കിട്ടിയ ഇന്ന ടെക്നോളജി നടപ്പിലാവും, ഇതാണ് ചെയ്യേണ്ടത്, ഇങ്ങോട്ടാണ് നീങ്ങേണ്ടത്. ഇസ്രായേലത്തെ എല്ലാ കർഷകരും എന്ന് പറഞ്ഞാൽ 100% സയന്റിഫിക് മാത്രം. അവരുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും അവരുടെ സയന്റിസ്റ്റുമാർ എന്താണോ പറയുക അത് മാത്രമാണ് അവിടുത്തെ കർഷകർ നടപ്പിലാക്കുക. അവിടുത്തെ ഞാനത് അത്രയും വീണ്ടും ഹരികൃഷ്ണനോട് സംസാരിപ്പിച്ചത്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കർഷകൻ കൃഷി പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയത്. ഇതുവരെയും പോയിക്കൊണ്ടിരുന്നതെല്ലാം മന്ത്രിമാർ, ഉദ്യോഗസ്ഥന്മാർ, സർവകലാശാലയിലെ ശാസ്ത്രജ്ഞന്മാർ, അവർ മാത്രമാണ് ഇതേവരെയും കൃഷി വകുപ്പിൻ്റെ മുൻകൈയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളം ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ട് പോയൊരു കർഷകനാണ്, ഒരു ചെറുപ്പക്കാരനായ കർഷകനാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഹരീഷ്. അപ്പം ഞങ്ങൾ അന്നൊരു ഡിമാൻഡ് വെച്ചിരുന്നു, ഈ പോകുന്നത് നമുക്കൊരു പരമ്പരാഗതമായ കൃഷിക്കാരുടെ ഒരു രീതി ഉണ്ടല്ലോ, ഒരു 50 വയസ്സിന് മുകളിലാണല്ലോ നമ്മളെല്ലാവരും ഈ കർഷകൻ എന്ന് പറഞ്ഞാൽ ഒരു വരച്ചു വെക്കാൻ തീരുമാനിച്ചാലും, ഒരു പ്രതിമ ഉണ്ടാക്കാൻ തീരുമാനിച്ചാലും, ഒരു ഫോട്ടോ വെക്കാൻ തീരുമാനിച്ചാലും നമ്മൾ കാണുന്നില്ല. ഞങ്ങൾ 50-ൽ താഴെയുള്ളവരായിരിക്കണം, ചെറുപ്പക്കാരായിരിക്കണം പോകേണ്ടത്. പോയാൽ അവർക്കൊരു കുറേ നാൾ ഈ മേഖലയിൽ നിൽക്കാൻ പറ്റണം. അങ്ങനെയാണ് ഞങ്ങൾ ഇവരെ എല്ലാവരും ഈ ഏജ് ഗ്രൂപ്പാണ് കേട്ടോ. മൊത്തം ഈ 27 പോയതും ഈ ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്. ഞാൻ ഇനിയും തുടർന്നു. ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഒരുപാട് പേർക്ക് ചെയ്യണമെന്ന്, കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹമുള്ളവർക്ക് പഴയതുപോലെ കൃഷിയിടത്തിൽ മൊത്തത്തിൽ നമുക്ക് നിൽക്കാൻ സമയം കിട്ടുന്നില്ല. പറമ്പുകൾ വെറുതെ കിടക്കുന്നുണ്ടാവും. എന്നാൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ കാര്യത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന തരത്തിൽ ഇത്തരം സാങ്കേതിക വിദ്യകൾ നമുക്ക് സഹായത്തിനെത്തിയാൽ മനസ്സോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അതുകൊണ്ട്
അവർ തയ്യാറാണെന്നല്ല, നമ്മളെല്ലാം തയ്യാറാവേണ്ടതുണ്ട്. മിനിസ്റ്റർ, അവിടെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ മാതൃഭൂമിയുടെ കൃഷിഭൂമി എന്നൊരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലും യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ സക്സസ് സ്റ്റോറികളൊക്കെ കൊടുക്കുന്നു, പക്ഷേ അടുത്ത വർഷം അല്ലെങ്കിൽ പിന്നത്തെ വർഷം അവിടേക്ക് പോകുമ്പോൾ ആ കർഷകർക്ക് ആ വിജയഗാഥയുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പലരും അത് കൃഷി നിർത്തുന്നു. ആ ഒരു ദയനീയ അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണ്ടേ? നമ്മളത് മൊത്തത്തിൽ ജനറലൈസ് ചെയ്ത് പറയരുന്ന എൻ്റെ അഭിപ്രായം. ഞാൻ ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഞാൻ കണ്ടിട്ടുള്ള ഒരാൾ പോലും നിർത്തിയതായിട്ട് എനിക്കറിയില്ല. ഞാനത് വീണ്ടും അവരോട്ടൊരു ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. ഞാൻ തന്നെ അവരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് വരുമാനം ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. കാരണം നമുക്കിതൊരു വലിയ കഥയായിട്ട് പറയുന്നു, ഞാൻ പോയി കണ്ടു അല്ലെങ്കിൽ വേറെ പോയി കാണുന്നു, നമ്മൾ അവതരിപ്പിക്കുന്നു. ഇവർക്ക് നിൽക്കാൻ പറ്റുമോ? അവരുടെ കുടുംബത്തെ പുലർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നുണ്ടോ? അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെടുന്നത്. അല്ലാതെ നമ്മളൊരു ചിത്രത്തിൽ വന്നു അവതരിപ്പിച്ചു എന്നതുകൊണ്ട് മാത്രമായില്ല. ഞാൻ നോക്കുന്നിടത്തോളം ഇല്ല, ഉണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എവിടെയാണ് അത്തരം പോരായ്മകൾ സംഭവിച്ചത് എന്ന് നമ്മൾ നോക്കേണ്ടത് അനിവാര്യമാണ്. അവിടെ ചിലപ്പോൾ വരുന്നൊരു കാര്യം ഉൽപ്പാദനത്തിൻ്റെ കുറവാണോ? അപ്പോൾ അവിടെ നമുക്ക് സാങ്കേതികവിദ്യ അല്ലെങ്കിൽ വിത്തുകൾ, മറ്റ് സംവിധാനങ്ങൾ ഒക്കെ ആയിട്ടുള്ളതാണോ നോക്കേണ്ടത്? ഉൽപ്പാദിപ്പിച്ചു, ഞാനിപ്പോൾ വരുമ്പോൾ എന്നോട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് പേര് പെട്ടെന്ന് ഞാൻ മറന്നു പോയിരുന്നല്ലോ, ഒരു വിതിൻ സെക്കൻഡ്സ് ഞങ്ങൾ പരിചയപ്പെട്ടു, അത്രേ ഉള്ളൂ. ഓർഗാനിക് രീതിയിൽ ഞാൻ തേങ്ങ ഉണ്ടാകുന്നുണ്ട്, എനിക്ക് പക്ഷേ എടുക്കാൻ ആളില്ല. അപ്പോൾ ഇവർ ഉൽപ്പാദിപ്പിക്കുന്നവ സംഭരിക്കുന്നതിൻ്റെ പ്രശ്നമാണോ, വിപണനത്തിൻ്റെ പ്രശ്നമാണോ? ഇത്തരം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്കാണ് ഞങ്ങൾ ചുവട് വെച്ചിരിക്കുന്നത്. അത് ഞങ്ങൾ ആലോചിച്ചു, നമ്മൾ ഈ കൃഷിക്കാരനെല്ലാം ഉൽപ്പാദിപ്പിച്ചാൽ ഇത് മൂല്യവർദ്ധിത ഉൽപ്പന്നമായാൽ കൂടുതൽ വില കിട്ടും. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ആയിരക്കണക്കിന് വെളിച്ചെണ്ണ യൂണിറ്റുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ചെറിയ സംഭവമല്ലാതെ 1000-ലധികം ചെറുകിട വെളിച്ചെണ്ണ ഉൽപ്പാദക യൂണിറ്റുകൾ ഇന്ന് കേരളത്തിലുണ്ട്. നാട്ടിൻ പുറത്തുനിന്ന് തേങ്ങ എടുത്തിട്ട് അവർ തന്നെ റെഡിയാക്കുന്നു. നമ്മൾ കേരളത്തിൻ്റെ പേര് പറഞ്ഞു കേരളമാണ് എന്ന് പറയുന്നു. തേങ്ങയുടെ ഉൽപ്പാദനക്ഷമതയും ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിലും ഉൽപ്പാദനക്ഷമത നമ്മുടെ തെങ്ങിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ തേങ്ങ തമിഴ്നാട്ടിൽ കിട്ടുന്നുണ്ട്. നമ്മുടെ തെങ്ങിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ തേങ്ങയാണ് ആന്ധ്രക്കാരന് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? കേരഗ്രാമം കൊണ്ടുവന്ന് അതിൻ്റെ പേരിലാണ്. പലർക്കും ഉള്ളൊരു പരമ്പരാഗതമായൊരു ധാരണയും അത് വകുപ്പിലും ഉണ്ടാവും. നമുക്ക് കുറേ സബ്സിഡി വിതരണം ചെയ്യാനിരിക്കുന്നവരാണ് എന്ന് ജീവനക്കാർക്കും. കൃഷി വകുപ്പ് എന്ന് പറഞ്ഞാലുള്ള സബ്സിഡി വാങ്ങിക്കാനിരിക്കേണ്ടതാണ് നമ്മളെന്നും എന്നോട് തന്നെ പലരും ചോദിക്കാറുണ്ട്, സബ്സിഡി എന്താ ഉള്ളത് ഇക്കാര്യത്തിനകത്തും, ഇതിൽ പുതിയ സബ്സിഡി വല്ലതും ഉണ്ടോ? നമ്മുടെ സബ്സിഡി നോക്കിയുള്ള കൃഷിയിലേക്കല്ല, എന്താണ് ഇഷ്യൂസ് നമുക്കുണ്ടാകുന്നത്? ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കി ഇത് വിൽപ്പന നടത്തിയില്ലെങ്കിൽ കർഷകനും ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഈ വാല്യൂ അഡീഷൻ എത്തുന്നതിന് മുമ്പ് തന്നെ വളരെ കൃത്യമായി കർഷകരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ഇനിയും എത്ര കാലമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു? കർഷകന് അത് വേണ്ട സമയത്ത് വിളയെടുക്കാൻ കഴിയുന്നില്ല, അത് സംഭരിക്കാനും സംസ്കരിക്കാനുമുള്ള സൗകര്യങ്ങളില്ല. എന്താണ് നമ്മൾ കർഷകർക്ക് കൊടുക്കുന്നത്? കർഷകരെ നിർത്തിപ്പോകുന്നു എന്ന് നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അത് നമ്മൾ ഈ വലിയ വികസന പദ്ധതികൾ നടപ്പാക്കുമ്പോൾ നമ്മൾ അടിത്തട്ടിൽ നമ്മുടെ മണ്ണിനെ, നമ്മുടെ വേരിനെ നമ്മൾ എങ്ങനെ തൊടുന്നു എന്നുള്ളൊരു വിഷയമുണ്ട്. തീർച്ചയായിട്ടും മധു പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഞാൻ നേരിട്ട് ഈ മൂല്യവർദ്ധനയിലേക്ക് പോയി എന്നുള്ളതേ ഉള്ളൂ. അതല്ല, ഉൽപ്പാദനം, അതിൻ്റെ സംഭരണം, സംസ്കരണം, സംഭരണത്തിനകത്തും സംസ്കരണത്തിനിടയിലാണ് ഈ നമ്മൾ പറയുന്ന കോൾഡ് സ്റ്റോറേജ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടത്. ഞങ്ങൾ തന്നെ ഇപ്പോൾ ഏതാണ്ട് 25ഓളം വാഹനങ്ങൾ, റെഫ്രിജറേറ്റഡ് വെഹിക്കിൾസ് ഞാൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷം തന്നെ വിവിധങ്ങളായ സംഘങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞു. കാർഷിക സംഘങ്ങൾക്കും കർഷകരുടെ ഗ്രൂപ്പുകൾക്കും എല്ലാം കൊടുത്താണ്. ഒരിടത്ത് നിന്ന് പറിക്കുന്ന പച്ചക്കറികൾ പഴയതുപോലെ ചാക്കിനകത്തിട്ട് ലോറിക്കകത്തേക്ക് അടിച്ചിട്ടിട്ട് അതിങ്ങനെ തട്ടിത്തെറിപ്പിച്ച് അവിടെ ഇവിടെ എല്ലാം കൊണ്ടുനടന്നല്ല ഇപ്പോൾ ആൾക്കാർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവ കേടുകൂടാതെ ശീതീകരിച്ച വാഹനങ്ങൾ, 25 വാഹനമല്ല ആയി നില കേട്ടോ, പൂർണ്ണമായും ഒരിക്കലും കരുതരുത്. ഇത് രീതി ഇങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ശീതീകരിച്ച വാഹനങ്ങളിലും മറ്റുമായി അത് നമുക്ക് എത്തിക്കാൻ കഴിയണം. അതിനാവശ്യമായ റെഫ്രിജറേറ്റഡ് വെഹിക്കിൾസ്, റീഫർ വാൻ എന്ന് പറഞ്ഞാൽ അതിനാണ്. അത്തരം റീഫർ വാൻ കൂടുതലുണ്ടാവണം. കോൾഡ് സ്റ്റോറേജുകൾ ഇനി ഒരുപാട് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. സംഭരിക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളുടെയും കാര്യത്തിൽ നമുക്കിപ്പം നെല്ല് തന്നെ എടുത്ത് നോക്കും. നെല്ല് സംഭരിച്ചാൽ നമ്മുടെ മുമ്പിൽ പക്ഷേ എത്രയും പെട്ടെന്ന് സംഭരിക്കുക. അവിടെ മഴ പെയ്താൽ തീർന്നതല്ല. അപ്പോൾ നമുക്ക് ഉടനെ നമുക്കെല്ലാം മില്ലെല്ലാം എല്ലായിടത്തേക്കും ഉണ്ടാവണമെന്ന് പറയാൻ നടക്കുന്ന കാര്യമുണ്ടല്ല. പക്ഷേ നമുക്ക് ആവശ്യമായ സൈലോസ് സ്റ്റോറേജിങ് ഫെസിലിറ്റീസ് ഉണ്ടാക്കാൻ പറ്റുമോ? ഞങ്ങൾ ഈ കേര പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചിന്തിക്കുന്നത് കൂടുതലായ സ്റ്റോറേജിങ് സംവിധാനങ്ങൾ ഉണ്ടാക്കുക, സംസ്കരണത്തിൻ്റെ കേന്ദ്രങ്ങൾ കൂടുതലുണ്ടാവുക, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുക. ആ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ വിൽപ്പന നടത്തണ്ടേ? ആ വിൽപ്പന നടത്താൻ എന്താണ് സംവിധാനം?
കേരളത്തിന് ഒരുപാട് സാധ്യതയുള്ളതൊന്നും നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ പ്രത്യേകതയുണ്ട്, നമ്മുടെ മഴക്കാലത്തിൻ്റെ പ്രത്യേകതയുണ്ട്, നമ്മുടെ മണ്ണിൻ്റെ പ്രത്യേകതയുണ്ട്. ഇതൊക്കെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇതിനനുസരിച്ചുള്ള മാർക്കറ്റ് എവിടെയാണുള്ളത്? കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും എത്തിക്കാൻ പറ്റുന്ന ഒരു കമ്പനി വേണം. ആ കമ്പനി ഞങ്ങൾക്ക് കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തു. ആ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞും ഈ 2024 പ്രവർത്തനത്തിലേക്ക് ചുവടുവയ്പ്പുകളുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ അടുത്ത തലമുറയെ തന്നെയാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ദേവിക, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് എനിക്കറിയാം. എന്തൊക്കെയാണ് കൃത്യമായി എന്താണ് കർഷകർക്ക് കിട്ടാത്തത്, നിങ്ങൾക്ക് കിട്ടാത്തത്? കിട്ടിയതെന്ന് പറഞ്ഞു തുടങ്ങിയാൽ മതിയോ? നിങ്ങളുടെ ഡിമാൻഡ്സ് പറയാൻ പറ്റുന്ന സന്ദർഭമാണ്. കാരണം നിങ്ങൾ എന്ന് തൃപ്തരാകുന്നുവോ അന്ന് കേരളത്തിന്റെ വഴി അടയുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ഐഡിയ ആയിട്ട് വന്നപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ബിക്കോസ് നമുക്ക് ഈ ഡ്രോൺ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ ഫാമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കണം എന്നുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ഈ ഒരു പുതിയ സാധനം കൊണ്ട് ഫാമേഴ്സിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരത് എങ്ങനെ പുതിയ ടെക്നോളജിനെ അഡോപ്റ്റ് ചെയ്യും, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഈവൻ നമ്മളൊരു സ്റ്റാർട്ടപ്പിൽ ചെന്നപ്പോൾ പോലും അവർ ആദ്യം ഒരു 2 വട്ടം റിജക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ അപ്രൂവ് ചെയ്തത് ഐഡിയ. പിന്നെ ഇതൊരു ഗവൺമെൻറ് അവർ ഗ്രാമപഞ്ചായത്ത് വഴിയും അഗ്രികൾച്ചർ ഓഫീസുകൾ വഴിയും ഇത് യൂസ് ചെയ്ത് ആൾക്കാരിലൊരു ശീലം ഉണ്ടാക്കാൻ ഗവൺമെൻറ് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ആണ് അതൊരു നമുക്ക് സെയിൽ ചെയ്യാം എന്നുള്ളൊരു രീതിയിലേക്ക് പോകുന്നിരിക്കുന്നത്. അപ്പോൾ സെയിൽസിൽ നമ്മൾ ഫാമേഴ്സിന് കുറച്ചും കൂടെ അവയർനെസ് ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് അത്രയും ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഡ്രോൺസ് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? നമ്മൾ ഓൾറെഡി കാനഡ, UK അവിടെ നമുക്ക് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. കാനഡയിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നുവെച്ചാൽ അവിടെ ഇങ്ങനെ ഒരു കൃത്യത കൃഷി രീതി എന്ന് പറയും, പ്രിസിഷൻ ഫാമിംഗ്, അത് അവിടെ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ നമ്മൾ കാനഡ, UK, ജർമ്മനി, ഓസ്ട്രേലിയ ഈ 4 കൺട്രീസിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ഇതിൽ കാനഡയിൽ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഒരു രീതി കണ്ടിട്ട്, നമ്മളുടെ പ്രസൻറ്റേഷൻസ് കണ്ടിട്ട്, നമ്മളുടെ ഡെവലപ്മെൻറ്റ്സ് കണ്ടിട്ട് അവർ ഇൻവൈറ്റ് ചെയ്തതാണ് നമ്മളെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫാമേഴ്സിന് നമുക്ക് മാക്സിമം നമ്മളാണിപ്പോൾ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അവയർനെസ് കൊടുക്കുന്നത്. ഇപ്പോൾ അഗ്രികൾച്ചർ ഓഫീസേഴ്സ് ആണെങ്കിലും എല്ലായിടത്തും പോയിട്ട് നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു അവയർനെസ് കൊടുത്ത് ഇത് അഡോപ്റ്റ് ചെയ്യാൻ അവരോട് പറയുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചോദ്യം ചോദിക്കാം, നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന ആൾക്കാരിൽ നമ്മളൊരു കേരളത്തിൻ്റെ തലസ്ഥാനത്തിരുന്ന് ചോദിക്കുകയാണ്, കർഷകരെന്താ പറയുന്നത്? ഡ്രോൺസിനെ കുറിച്ചാണ്. ഡ്രോൺസിനെ പറ്റിയല്ല, നിങ്ങൾ ചെല്ലുമ്പോൾ കർഷകർ എന്താണ്? കർഷകർ ആദ്യം അവർക്കൊരു ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഓൾറെഡി നിങ്ങളെല്ലാവരും പിള്ളേരാണ്, ആ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും ആദ്യം ഉണ്ടാവുന്നത്. പിന്നെ ഇത് സക്സസ് ആണോ അല്ലയോ എന്ന് അവർക്ക് അറിയില്ല. നമ്മൾ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടു കഴിഞ്ഞാൽ അവർ സാറ്റിസ്ഫൈഡ് ആണ്, അവരത് അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ബിക്കോസ് ഇവിടെ ലേബർ ഷോർട്ടേജ് ഒത്തിരി ഉണ്ട്. അപ്പോൾ ആ ലേബർ ഷോർട്ടേജ് ഉള്ളതും ഒരു ടൈം പീരീഡിനുള്ളിൽ സ്പ്രേ ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ അവർക്ക് തന്നെ അത് ബുദ്ധിമുട്ട്. സോ നമ്മുടെ ഡ്രോൺസ്, മൾട്ടിപ്പിൾ ഡ്രോൺസ് യൂസ് ചെയ്തിട്ട് നമ്മളത് വേഗം അത് ഫിനിഷ് ചെയ്യാറുണ്ട്. വിശ്വസിക്കാൻ ഇനിയും തയ്യാറാവാത്ത ഒരു സമൂഹത്തെ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നുണ്ട്. ഉണ്ട്. അത് മാത്രമല്ല, അപ്പോൾ ഈ സർക്കാരിൽ നിന്ന് നിങ്ങൾ എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്? അത് മാത്രമല്ല, നമ്മളിപ്പോൾ അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ അവർ അഗ്രോ ഓൺടർപ്രണേഴ്സ് ആക്കുക ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു ഫാമറിന് അത് വാങ്ങിയിട്ട് അയാളുടെ സ്ഥലത്തും ചെയ്യാം, അതുപോലെ തന്നെ കൂടെയുള്ള വേറെ ഫാമേഴ്സിൻ്റെ സ്ഥലത്തും ചെയ്തു കൊടുക്കാം. ഇതിലൂടെ അവർക്കൊരു ഇൻകം കൂടെ ജനറേറ്റ് ചെയ്യുക ചെയ്യുന്നത്. സോ അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം, അത്യാവശ്യം നമുക്ക് സബ്സിഡി സ്കീംസ് ഉണ്ട്, സ്മാം എന്ന് പറഞ്ഞിട്ട്, അതിനെക്കുറിച്ചുള്ളൊരു അവബോധം അവർക്ക് ഉണ്ടാക്കണം, കർഷകർക്ക് ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഒത്തിരി സ്കീംസ് വന്ന് കിടപ്പുണ്ട് ഗവൺമെൻറ് ഓഫീസസിലൊക്കെ. പക്ഷെ അത് ഈ ഉദ്യോഗസ്ഥർ ഫാമേഴ്സിലേക്ക് എത്തിക്കാനുള്ള ഒരു ഒരു കണക്ഷൻ കുറച്ച് പ്രശ്നമുണ്ട്. അതെ. അപ്പോൾ അത് ഒന്ന് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അതാണ് മെയിൻലി നമുക്ക് ഒരു ആവശ്യം എന്ന് പറയുന്നത്. ആദ്യത്തെ ആവശ്യം മിനിസ്റ്റർ, ആദ്യത്തെ ആവശ്യം. ഞാൻ വരും മുമ്പ് ഞാൻ ഹരിയോട് കൂടി ചോദിക്കുകയാണ്. ഹരി, ഞാൻ പോയി കാണുമ്പോൾ പലയിടത്തും നമ്മൾ ജൈവ കൃഷി എന്നൊക്കെ പറയുന്ന രീതിയുണ്ട്. പക്ഷേ ഈ ജൈവ കൃഷി എത്രത്തോളം പ്രായോഗികമാണ്? എന്നോട് തന്നെ കൃഷി വകുപ്പിലെ പല ഉദ്യോഗസ്ഥരും പറഞ്ഞത് അത് പ്രാക്ടിക്കൽ അല്ല എന്നൊക്കെയാണ്. ഹരിയുടെ ഒരു അനുഭവം എന്താണ്? ഹരി എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ആക്ച്വലി ഞാൻ അഗ്രികൾച്ചറിൻ്റെ ഒരു കോഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാണ്ട് ഞാൻ ഇസ്രായേലത്തെ ഒരു എക്സ്പോഷറും വെച്ച് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരാൾക്ക് ഒരു 3 നേരം വെച്ച് കഞ്ഞി കൊടുക്കുകയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ അയാളുടെ ഒരു തടി എങ്ങനെ ഉണ്ടാവും? അയാളുടെ ആരോഗ്യം അത്രയും കുറഞ്ഞുണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ പൂർണ്ണമായും ജൈവത്തിൽ നോക്കുകയാണെങ്കിൽ ചെടികൾക്ക് കിട്ടേണ്ട പല പല മൂലകങ്ങളും അതിൻ്റെ പോഷകവും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം സയൻറ്റിഫിക് ആയിട്ടാണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത്. ഒരു ചെടിക്ക് എന്താണോ, എന്തൊക്കെ ന്യൂട്രിയൻസ് ആണോ വേണ്ടേ, അതൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ചെടി ഏറ്റവും ഹെൽത്തി ആയിട്ട് വളരുക.
അവിടെയാണ് നമ്മളൊരു വേർതിരിവ് നടത്തേണ്ടത്. ആക്ച്വലി ജൈവവും രാസവും അല്ല, രാസത്തിലാണ് ഒരു വേറെ പ്രശ്നം വരുന്നത്. രാസത്തിൽ നല്ല രാസമുണ്ട്, മോശം രാസമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നല്ല കമ്പനികളുടെ നല്ല രാസവളങ്ങൾ ഉപയോഗിച്ചാൽ മണ്ണിനും ചെടിക്കും നല്ലതാണ്. അതേപോലെ മോശപ്പെട്ട കമ്പനികൾ ഉണ്ടാക്കുന്നുണ്ട്, അവരുടെ രാസവളത്തിൽ ഹെവി മെറ്റൽസും അങ്ങനത്തെ പല സാധനങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ അവിടെയാണ് കമ്പാരിസൺ നടത്തേണ്ടത്. ആക്ച്വലി ഹരി പോയി സെറ്റ് ചെയ്ത് കൊടുത്ത ഫാമുകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? നമ്മുടെ ഇപ്പോഴത്തെ നമ്മളൊരു ഒരു പരീക്ഷണമാണ്. അപ്പം അതിൽ എനിക്ക് പല കാര്യങ്ങളും മനസ്സിലായി. ചില സ്ഥലത്ത് ചില മരുന്നുകളിൽ ചെടികളുടെ ചില റിയാക്ഷൻ ഉണ്ട്, പക്ഷെ എന്നാലും അതിൽ നിന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട് വീക്ക്ലി. അത് വെച്ച് നെക്സ്റ്റ് സൈക്കിളിൽ നമ്മൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഫാമുകൾ റെഡിയാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മിനിസ്റ്റർ, നമ്മൾ പരിചയപ്പെടുമ്പോൾ ഞാൻ ആദ്യം അങ്ങയെ കാണുന്നത് രാഷ്ട്രീയക്കാരനായിട്ടല്ല, മേധാ പട്കർക്കൊപ്പം നിന്നുകൊണ്ടാണ്. ആ വിധത്തിൽ പ്രകൃതി എന്ന് പറയുന്ന ഒരു കാര്യത്തെ എപ്പോഴും മുൻനിർത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇപ്പോൾ പ്രകൃതിയും കഴിഞ്ഞ് നിങ്ങൾ മുഴുവനായി മടങ്ങുക, ഈ വളമേ പാടില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ തന്നെ വളത്തിൻ്റെ വില വലിയ വിധത്തിൽ മാറുന്നുണ്ട്, വളത്തിന് സബ്സിഡി ഇല്ലാതാകുന്നുണ്ട്. സംസ്ഥാനത്ത് കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. ഇത് സർക്കാർ തിരിച്ചറിയുന്നുണ്ടോ? ഏത് കാര്യത്തിലാണ്? എല്ലാ കാര്യത്തിലും. ഒരു കൃഷി ഇറക്കി അത് കൊയ്യുന്നതിനിടയിൽ കടന്നു പോകുന്ന ഓരോ ദിവസങ്ങളിലും അസ്വസ്ഥതകളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ കർഷകർക്ക് പ്രയാസം, ഞാൻ ഏകപക്ഷീയമായിട്ട് പറയല്ല, നമ്മൾ കണ്ട സമരങ്ങളുണ്ട്. കർഷകർക്ക് പ്രയാസങ്ങളുണ്ട്, പക്ഷെ നമ്മൾ വന്നിട്ട് വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ള ആ ഒരു വാക്ക് ഉപയോഗിക്കേണ്ടതില്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഒരു കൃഷിക്കാരൻ കൂടിയായി എനിക്ക് പറയാനുള്ളത്. നമ്മളല്ലാതെ പറയുന്നില്ല. ഞാനിപ്പോൾ ഒരുപാട് കർഷകരെ കാണുന്നെല്ലാം ഉണ്ട്. അതിഭയങ്കരമായ പ്രതിസന്ധി എന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നത് ആ ഒരു മേഖലയോട് ചെയ്യുന്ന നല്ല കാര്യമല്ല. 2-3 ഇഷ്യൂസ് പറഞ്ഞാൽ ഇപ്പോൾ ഞാനതൊന്ന് പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് ഹരികൃഷ്ണൻ പറഞ്ഞു, ഇപ്പോൾ ജൈവ കൃഷി എന്ന് പറഞ്ഞു. ഇപ്പം മണ്ണിന് ആവശ്യമായ മൂലകങ്ങളുണ്ട്. ഇപ്പോൾ ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ ഒറ്റയെടുക്ക് എല്ലാ വളവും നിർത്തിയേക്ക് എന്ന് പറഞ്ഞു പോകുന്ന ഒന്നല്ല. അങ്ങനെ ചിലപ്പോൾ ആരും കഴിയുന്നുണ്ടാവാം, ഞാൻ അതിനെ അങ്ങനെ കാണുന്നില്ല. നമ്മൾ ആരോഗ്യവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തി കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം ഈ മന്ത്രി എന്നുള്ള ചുമതല എടുക്കുമ്പോൾ ഞാൻ കാണുന്നത് മിക്കവാറും വരുന്ന റിപ്പോർട്ടുകളാണ്. എൻ്റെ മുമ്പിലേക്ക് റിപ്പോർട്ട് വരാറുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ അടങ്ങിയിരിക്കുന്ന മാരകമായ കീടനാശിനിയുടെ അളവാണ് കാർഷിക സർവകലാശാലയുടെ വെള്ളാണിയിലെ കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായ എന്നവണ്ണം എൻ്റെ മുമ്പിലേക്ക് എന്ന റിപ്പോർട്ടിൽ കാണുന്നത്. നമ്മൾ കാണുന്നു മുരിങ്ങയിൽ ഇത്രയും വലിയ മാരകമായ കീടനാശിനി അളവുണ്ട്. ഇത് പരിശോധിച്ചിട്ടുമ്പോഴേക്കും നമ്മൾ മധുവും ഞാനും കഴിച്ചു കഴിഞ്ഞു ഇതെല്ലാം. അപ്പോൾ ഇതിനൊക്കെയുള്ള ഏറ്റവും എളുപ്പ വഴി എന്താണ്? കൂടുതൽ ലബോറട്ടറികളാണോ? അല്ല, പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയാണ്. പാലക്കാണ് നമുക്ക് അത് ഒന്നും നടക്കില്ല. ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രകൃതിക്ക് ദോഷം തരാത്ത, മനുഷ്യന് ദോഷം വരാത്ത ഒരു കൃഷി നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. ഒറ്റയടിക്ക് കേരളം മുഴുവൻ അങ്ങനെ ആയിക്കോട്ടെ എന്നൊന്നുമല്ല. നമുക്ക് ലാഭകരമായി കർഷകന് കൊണ്ടുപോകാൻ കഴിയുന്നുവെന്ന് ബോധ്യപ്പെട്ട് കർഷകൻ മാറേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും അതിൻ്റെ ഇല അങ്ങ് മഞ്ഞിച്ച് വരികയാണ്. അപ്പോൾ ഉദ്യോഗസ്ഥർ തന്നെ പലരും നോക്കി, നമുക്കതിനൊരു ഊഹമുണ്ട് എങ്കിലും ഞാനായിട്ടത് പറയുന്നത് ശരിയല്ല. അപ്പോൾ നോക്കി, പൊട്ടാഷിൻ്റെ കുറവാണ്. പൊട്ടാഷിൻ്റെ കുറവിന് പണ്ടത്തെ കാലത്ത് എന്താ നമ്മുടെ നാട്ടിൽ ചെയ്യുക? ചാരം ഇടുക എന്നുള്ളതാണ്. ഈ ചാരമാണല്ലോ ഈ പറഞ്ഞ ഈ സാധനം എന്ന് പറയുന്നതല്ല. അപ്പോൾ ഇത് പണ്ട് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മൂലകം കൊടുക്കുന്നതിനൊരു കുഴപ്പമൊന്നുമില്ല, അത് തെറ്റല്ല. ആൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവർ അത് ചെയ്യട്ടെ. അതുകൊണ്ട് ഇത് രാസവളത്തിൻ്റെ ലഭ്യതക്കുറവിനുള്ള പരിഹാരമല്ല ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വളത്തിൻ്റെ വില കൂടുമ്പോൾ ഉണ്ടാകുന്ന പരിഹാരമാർഗമല്ല ജൈവ കൃഷി. ജൈവ കൃഷി ചെയ്യുന്നത് അതിന് പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അത് നമ്മുടെ എല്ലാം ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. അതിനൊരു കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് നമ്മുടെ ആരോഗ്യ പ്രശ്നം ചെറുതല്ല. ഞാൻ കേരളത്തിലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റിൻ്റെ നോഡൽ ഓഫീസർ തന്നെ സംസാരിച്ചതാണ്. കിഡ്നി രോഗങ്ങൾ കൂടുന്നു, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ് കാരണം? അത് പറഞ്ഞിരിക്കുന്നത് കാരണങ്ങളിലൊന്ന് ഭക്ഷണവും ജീവിതശൈലിയുമാണ്. കോസ് ഓഫ് ക്യാൻസർ അടിച്ചു നോക്കൂ, നിങ്ങൾക്ക് കാണാൻ പറ്റും. 35 to 40% കാരണം ഭക്ഷണവും ജീവിതശൈലിയും. ഭക്ഷണം ഒരു വില്ലനായി മാറുന്നുണ്ട്. ദാറ്റ് ഇസ് എ ഫാക്റ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത്തരമൊരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നത്? നമുക്ക് ഈ പറയുന്ന രാസവള കമ്പനിക്കാരൻ്റെയോ കീടനാശിനി കമ്പനിക്കാരൻ്റെയോ സൗകര്യത്തിന് വേണ്ടി നിന്ന് കൊടുക്കേണ്ടതുണ്ടോ? ഇതാണ് പ്രാക്ടീസ് ചെയ്ത് വരുന്ന ആൾക്കാർ അതിനെക്കുറിച്ച് കൂടുതലായി പറഞ്ഞിരിക്കും. എനിക്ക് തന്നെ അനുഭവമുണ്ട്. BT വഴുതനയുടെ കാര്യം പറയുന്ന അവസരത്തിൽ അന്നുണ്ടായിരുന്ന സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെല്ലാം ഞാൻ കണ്ട ബാംഗ്ലൂരിലെ പബ്ലിക് ഹിയറിങ്ങിൽ ശ്രീ ജയറാം രമേശ് അന്ന് കേന്ദ്രത്തിൻ്റെ മന്ത്രിയാണ്, അദ്ദേഹം വിളിച്ചുകൂട്ടിയ പബ്ലിക് ഹിയറിങ്ങിൽ നിലവിലുള്ള വൈസ് ചാൻസലർമാർ മുഴുവൻ പേരും അതിനെ അനുകൂലിക്കുകയും റിട്ടയർ ചെയ്ത വൈസ് ചാൻസലർമാരെല്ലാം
അതിനെ എതിർക്കുകയും ചെയ്യുന്നത് നേരിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ എന്താ കാരണം എന്നുള്ളതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് പ്രതിസന്ധികളുണ്ട്, ആ പ്രതിസന്ധി അഡ്രസ് ചെയ്യുക. ഒന്ന് കാലാവസ്ഥ തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ പ്രതിസന്ധി. നമുക്ക് എത്ര കാലാവസ്ഥയിലേക്ക് വരും മുമ്പ് ദേവിക പറഞ്ഞ ഒരു വിഷയം കൂടി അഡ്രസ് ഞാൻ ഒന്ന് പറയാം. ദേവിക പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന എല്ലാ സഹായവും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് മധു ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തോ കിട്ടുന്നുണ്ടോ നോക്കുന്നുണ്ട്. ചെറിയൊരു മാധ്യമ പ്രവർത്തകൻ്റെ ഒരു സ്വാഭാവികമാണ്. ഞങ്ങൾ ഇതിനൊക്കെ സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. അവരെ ഇവിടെ പറഞ്ഞല്ലോ, ഇസ്മാം പദ്ധതിയൊക്കെ പറഞ്ഞല്ലോ. ഞങ്ങളൊരു കൃഷിക്കൂട്ടങ്ങളുണ്ടാക്കി. ഞങ്ങളും കൃഷിയിലേക്കെന്നൊരു മുദ്രാവാക്യം വെച്ചത് കേരളത്തിലുള്ള മൊത്തം പേരും ഇറങ്ങാനല്ല, സാധ്യമാവുന്നവർ ഇറങ്ങുക എന്നുള്ള തരത്തിലാണ് ആ മുദ്രാവാക്യം വന്നത് തന്നെ. അതൊരു ക്യാമ്പയിനായിട്ട് കഴിഞ്ഞു. ഒരു മന്ത്രി വന്നു, ഒരു പരിപാടി ഇരിക്കട്ടെ എന്ന് തുടങ്ങിയല്ല. ഞങ്ങൾ വളരെ ആലോചിച്ച് ചെയ്താണ്. ഈ ഹെൽത്ത് ഇഷ്യൂസ് ഉൾപ്പെടെയുള്ളതിനെ കണ്ടുകൊണ്ട് ചെയ്തതാണ്. ഞങ്ങൾ കൃഷിക്കൂട്ടങ്ങളുണ്ടാക്കി. ഇപ്പോൾ 20,000-ലധികം കൃഷിക്കൂട്ടങ്ങൾ കേരളത്തിലുണ്ട്. ഈ കൃഷിക്കൂട്ടങ്ങൾക്ക് ഞങ്ങൾ ഡ്രോൺ വാങ്ങിച്ചു കൊടുക്കാൻ പലതിനും തീരുമാനിച്ചിട്ടുണ്ട്. ആ കൃഷിക്കൂട്ടങ്ങൾ, എല്ലാ കൃഷിക്കൂട്ടങ്ങൾക്കും ഡ്രോൺ വേണ്ട. അപ്പോൾ ഒരു കൃഷിക്കൂട്ടം ഡ്രോൺ എടുത്താൽ ആ കൃഷിക്കൂട്ടമായിരിക്കണം മറ്റുള്ള കർഷകർക്ക് ഉൾപ്പെടെ സഹായിക്കേണ്ടത്. ഞങ്ങൾ അങ്ങനെ കൊണ്ടുവരികയാണ് അതിനെയല്ല. അപ്പോൾ ഈ കേര പദ്ധതിയുടെ ഭാഗമായിട്ടും ഡ്രോൺ മാത്രമല്ല, ഓരോ പ്രദേശത്തിന് അനുയോജ്യമാകുന്ന മിഷണറി കൊടുക്കണം. പലപ്പോഴും നമുക്ക് ഒരു പറ്റുന്ന പറഞ്ഞാൽ ഇടുക്കിക്ക് വേണ്ടാത്ത മിഷണറി അവിടെ കൊടുക്കും. മൊത്തത്തിൽ പ്രോഗ്രാം അങ്ങനെയായിരിക്കും ചെയ്യുന്നില്ല. അത് സർക്കാരിൻ്റെ രീതി അങ്ങനെ സംഭവിക്കുന്നുണ്ട് വരുന്നതല്ലോ. അതെല്ലാം മാറും. അതെല്ലാം ഓരോ മേഖലയ്ക്കും അനുയോജ്യമായ മിഷണറി. അതെല്ലാം പലതും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. ഇവരെ പോലുള്ള ചെറുപ്പക്കാർ ഇപ്പോൾ പുതിയ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം. അതൊക്കെ ഞങ്ങൾ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇവരിലൂടെ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ആവും. അപ്പം നമ്മൾ നാളെ മുതൽ എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണമെന്ന് ഞങ്ങൾ കണക്കൂട്ടി അങ്ങനെയാണ്. എല്ലാവരും നാളെ മണ്ണിലേക്ക് ഇറങ്ങുമെന്ന് നമ്മൾ വിചാരിക്കുകയും ചെയ്യരുത്. ഇവരെ പോലുള്ളവർക്കെല്ലാം ഇതേപോലെ ചെയ്യാൻ പറ്റും. ഇനി ലോജിസ്റ്റിക്സ്, എത്ര ചെറുപ്പക്കാർക്ക് വന്ന് നിൽക്കാൻ പറ്റും? സംരംഭകരാവാൻ പറ്റുക എത്രയോ പേർക്ക് വരാൻ പറ്റും? നമ്മളിപ്പോൾ തന്നെ ഒരു സംരംഭകരാവാൻ തീരുമാനിക്കുമ്പോൾ എല്ലാം എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഒന്നും ഞാൻ വേറെ തരത്തിലൊന്നുമല്ല. ഒരു സ്ഥാപനം തുടങ്ങാൻ പോകുന്നു, നിങ്ങൾക്ക് ബാങ്ക് ലോൺ വേണം. നിങ്ങൾ നേരെ ചെല്ലുന്ന ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുന്നു. പ്രോജക്റ്റ് തയ്യാറാക്കാൻ ആൾക്കാരുണ്ടല്ലോ ഇവിടെ. കട്ട് ആൻഡ് പേസ്റ്റ് ഒരു പ്രോജക്റ്റ് കിട്ടുന്നു. നമുക്കൊരു ധാരണ ഉണ്ടാവില്ല. ഇംഗ്ലീഷ് ചിലപ്പോൾ നല്ലോണം അറിയണമെന്നില്ല, അല്ലെങ്കിൽ മൊത്തം വായിക്കണം. ഇംഗ്ലീഷെല്ലാം തയ്യാറാക്കി തരുന്നു. ഇതുകൊണ്ട് അങ്ങോട്ട് കൊടുക്കുന്നു. ബാങ്കിലിരിക്കുന്ന കാര്യമാണ് അംഗം കയറലും. അവർ നോക്കിയിട്ട് 2 ചോദ്യം ചോദിക്കും, അറിയാം നടപ്പിലാക്കാൻ പറ്റുമോ ഇല്ലെന്ന് പറയാം. അവർ മാറ്റി വെക്കുന്നു. കുറേ ദിവസം നമ്മൾ ബാങ്കിൽ കയറി കിടക്കുന്നു, നമ്മൾ പിൻവാങ്ങുന്നു. ഞങ്ങളത് മാറ്റി. ഞങ്ങളൊരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഒരു ക്ലിനിക്ക് ഉണ്ടാക്കി. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു വകുപ്പ് അങ്ങനെ ഒരു DPR ക്ലിനിക്ക് ഉണ്ടാക്കി ഞങ്ങൾ ചെയ്തതെല്ലാം. ഞങ്ങളുടെ തന്നെ ആദ്യത്തെ അനുഭവമായിരുന്നു. ഞങ്ങൾക്ക് തന്നെ ആശയമിട്ടിട്ട് ഞങ്ങൾ തുടങ്ങുമായിരുന്നു. ബാങ്കുകളുടെ പ്രതിനിധികൾ, ഈ മേഖലയിലെ വിദഗ്ധന്മാർ, അവരെല്ലാമാണ് റൗണ്ട് ടേബിൾ പോലെ ഇരുന്നിട്ട് ഞങ്ങൾ 50 പേരെ ചൂസ് ചെയ്തു. 50 പേരെ എടുത്തിട്ട് ഈ DPR ക്ലിനിക്ക് കഴിയുന്ന ഉടനെ കാനറ ബാങ്കിൻ്റെ ജനറൽ മാനേജർ വന്ന് പറഞ്ഞറിയുമോ, 33 പേർക്ക് ഞങ്ങൾ ലോൺ കൊടുക്കാം സാർ എന്ന് പറയുകയാണ്. ഇതൊരു ആദ്യത്തെ അനുഭവം. മറ്റുള്ളവർക്ക് ഞാൻ ബാക്കിയോ ഞങ്ങൾക്ക് അവിടെ നിന്ന് ബാങ്ക് ശാഖകളൊക്കെ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പം നമുക്കൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് നമ്മുടെ ആശയത്തിനനുസരിച്ച് തയ്യാറാക്കാൻ പറ്റുന്നത് അപ്പോൾ സഹായിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയാം, ഇങ്ങനെ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങാനുള്ള അവസരങ്ങളുണ്ട്. അതിനെ പ്രയോജനപ്പെടുത്താൻ പറ്റും. ഇതേപോലുള്ള ഞങ്ങൾ കൃഷിഭവനുകളെ ബേസിക് യൂണിറ്റുകളാക്കി വെച്ചുകൊണ്ട് ഈ സാങ്കേതികത മുന്നോട്ട് പോകാൻ അതിൽ എത്രത്തോളം പ്രായോഗികമായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ നിലനിൽക്കുന്ന ഒരു 1076 കൃഷിഭവനുകളാണ്. 1076 കൃഷിഭവനുകളും ഈ രീതികളിലേക്ക് വരിക ഒറ്റയടിക്ക് നടക്കില്ല. കൃഷിഭവനുകൾ സ്മാർട്ട് കൃഷിഭവൻ ആവണമെന്ന് ഉദ്ദേശിച്ചത് 2 കമ്പ്യൂട്ടർ കൊണ്ട് വെച്ചിട്ട് ഞങ്ങൾ പേപ്പർലെസ് ആയി എന്ന് പറയുന്നതോ, ഒരു കമ്പ്യൂട്ടർ ഇരിക്കുന്നത് കൊണ്ട് അത് സ്മാർട്ട് ഓഫീസായി എന്ന് പറയുന്നതോ ശരിയായ കാര്യമല്ല. അത്രയും സ്മാർട്ട്നെസ് ഇല്ലെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സ്മാർട്ടായ സേവനം കിട്ടുമ്പോൾ മാത്രമാണ് ഒരു ഓഫീസ് സ്മാർട്ടായി തീരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൃഷിഭവൻ സ്മാർട്ടാവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, അവിടുന്ന് കിട്ടുന്ന സേവനം സ്മാർട്ടാകുമ്പോഴാണ്. ആ സേവനങ്ങളിനകത്ത് ഇതെല്ലാം വരുന്നുണ്ട്. എന്താണ് ലോകത്ത് നടക്കുന്നതെന്ന് പോലും ചിലപ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് തന്നെ അറിയണമെന്നില്ല. അപ്പോൾ അവരിതെല്ലാം മനസ്സിലുണ്ട്. ഡ്രോണിൻ്റെ പ്രയോജനം എന്താണ്, എങ്ങനെ ഇത് പ്രയോഗിക്കാൻ പറ്റും. ഇപ്പം ഇവിടെ ഹരീഷ്ണം പറഞ്ഞ സംവിധാനമില്ലേ, ഇത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞങ്ങളൊക്കെ ഞങ്ങളുടെ വീടുകളിൽ ചെയ്യാൻ പോകാട്ടോ ഇതെല്ലാം. എനിക്ക് തോന്നുന്നു എൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ വീട്ടിലത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കൊരിച്ചിരി അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ തന്നെ പണം മുടക്കി ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ ഞങ്ങളത് ചെയ്തു തുടങ്ങി. ഇതൊക്കെ ഞാൻ പറഞ്ഞത് മറ്റുള്ളിടത്ത് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴും അതിനനുസരിച്ച് ഇങ്ങനെയുണ്ട്, ചില സംവിധാനമുണ്ട്. ഒരു കൃഷിഭവൻ ഇത് പ്രദർശിപ്പിക്കാൻ പറ്റണം. അത് കാണാൻ ഒരു വീഡിയോയിലിട്ടാലോ അവർക്ക് സ്ക്രീനിൽ ഇത് കണ്ടു മനസ്സിലാക്കാൻ പറ്റണം. ഈ കൃഷിയിടങ്ങളിലേക്ക് പോകാനുള്ള സംവിധാനം കൃഷിഭവനിൽ ഒരുക്കാൻ പറ്റണം. ഒരു കൃഷിയിടത്തിലുണ്ട്, അവരെ കൊണ്ടുപോയി കാണിക്കാൻ ആ കൃഷിഭവന് കഴിയണം. അത് പിന്നെ കണ്ണൂരൊരു കൃഷി ഗ്രൂപ്പാണ്, ആത്മാ പറയുന്നു, ശരി നമുക്ക് ഹരികൃഷ്ണൻ്റെ ഒരു കൃഷിയിടത്തിൽ പോയി കണ്ടു നോക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന, സഹായം ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമായി കൃഷിഭവനുകളെ മാറ്റേണ്ടതുണ്ട്. ആ നീക്കത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ നേരത്തെ മാധ്യമ കുടിലത കൊണ്ട് മാത്രം ചോദിച്ചതല്ല. ഞങ്ങൾ അത് അങ്ങനെ ചോദിച്ചു കൊണ്ടേ ഇരുന്നാൽ മാത്രമേ
ഇത് കണ്ണു തുറക്കൂ എന്നുള്ള ബോധ്യം കൊണ്ട് തന്നെ ചോദിച്ചതാണ്. കാരണം പ്രത്യേകിച്ചും കേരളത്തിൽ കർഷകർ ഒരു വോട്ട് ബാങ്ക് അല്ല. കേരളത്തിലെ കർഷകർ അത് ചിതറിക്കിടക്കുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തിന് ഇപ്പോഴും നേരത്തെ ദേവിക പറഞ്ഞു തന്നെയാണ് പറയാനുള്ളത്. കൃഷി ഉദ്യോഗസ്ഥരും കർഷകരും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് വളരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു സമൂഹം തന്നെയാണ് നമ്മുടേത് എന്ന് എനിക്ക് ഇത്ര വർഷത്തെ നേരിട്ടുള്ള അനുഭവത്തിൻ്റെയും റിപ്പോർട്ടിംഗ് അനുഭവത്തിൻ്റെയും പശ്ചാത്തലത്തിൽ എനിക്ക് പറയാൻ പറ്റും. ദേവിക, എത്രത്തോളം കർഷകരും കൃഷി വകുപ്പും തമ്മിൽ ഉള്ള അകലം ശക്തമായി നിലനിൽക്കുന്നുണ്ട്? ഇതിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലുള്ള കാര്യമല്ല പറയുന്നത്, പക്ഷേ പെർട്ടിക്കുലറായിട്ട് ചില സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ ചില ഉദ്യോഗസ്ഥർ ഇപ്പോൾ അത് നമ്മളിപ്പോൾ മിനിസ്റ്റേഴ്സ് പറഞ്ഞ പോലും താഴത്തേക്ക് എത്തുമ്പോൾ അതുപോലെ അവർ ചെയ്യണം എന്നില്ല. ബിക്കോസ് അവർക്ക് അവരുടേതായിട്ടുള്ള ചില താല്പര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ ചില സ്കീംസ് ഉണ്ടാവും, ആ സ്കീംസ് ഇപ്പോൾ മാർച്ചിന് ഉള്ളിൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. ഫാമേഴ്സിന് നമുക്കൊരു അവയർനെസ് കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയറില്ല, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ അത് കുറച്ചും കൂടെ കാര്യമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്ക് വന്നപ്പോൾ അതിന് കുറേയൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം നമ്മളായിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സബ്സിഡി സ്കീംസൊക്കെ വന്നതോടെ കുറച്ച് മാറ്റം സംഭവിച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു FPOയ്ക്ക് ഒരു ഡ്രോൺ എന്നുള്ള രീതിയിൽ ഓരോ ഡിസ്ട്രിക്റ്റിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പദ്ധതി ഈ മാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് മാതൃഭൂമി ന്യൂസിൻ്റെ ഇന്നത്തെ ഒരു വാർത്താ പരമ്പര നാട്ടിലെ ന്യൂട്ടൺ എന്നായിരുന്നു. നിരവധി ആളുകൾ കേരളത്തിലുടനീളമുള്ള വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ള ഇതുപോലുള്ള നമ്മുടെ സ്കൂൾ ശാസ്ത്രമേളകൾ കഴിഞ്ഞ് ഇവരൊക്കെ വാനിഷായി പോയിട്ടൊന്നുമില്ല. ഇവർ വായുവിൽ അലിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇവരൊക്കെ പലയിടത്തും അവരുടെ രീതിയിൽ നിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരു അതത് സമൂഹങ്ങളിലേക്ക് ഗുണപ്രദമായി കൊണ്ടുവരാവുന്ന വിധത്തിൽ ഒരു പദ്ധതി ആലോചിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ ഞങ്ങൾ വൈഗയുടെ ഭാഗമായിട്ട് അതിനെയും കണ്ടതാണ്. ഞങ്ങൾ ഇവരെല്ലാം അതിലും പങ്കാളികളായിരുന്നവരാണ്. വൈഗയിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വൈഗയ്ക്കകത്തും കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം അതായിരുന്നു. ഇതേപോലുള്ള കർഷകരുടെ അറിവുകളും കർഷകർ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. അത് പ്രചരിപ്പിക്കപ്പെടുകയും ഈ കണ്ടെത്തിയിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് അതിൻ്റേതായ ഒരു കേവലം ഒരു അവസരമോ ഒരു പൊന്നാട കൊടുക്കലല്ല, അവർക്ക് അങ്ങനെയുള്ള കണ്ടെത്തലിന് പിന്തുണയും പിൻബലവും ഇത് ലഭ്യമാവേണ്ടതുണ്ട്. അത് സാമ്പത്തികമായി അവർക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കേണ്ടതുണ്ട്. അതിനെ എങ്ങനെല്ലാം സഹായിക്കാൻ കഴിയുമെന്നുള്ള തരത്തിൽ എല്ലാ സഹായങ്ങളും സാധ്യമാവുന്ന എല്ലാ സഹായങ്ങളും കൃഷി വകുപ്പിൻ്റെ ഭാഗത്തുണ്ടാവും. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെയും ഞങ്ങൾ വളരെ താല്പര്യപൂർവ്വം ഞങ്ങൾ നോക്കുന്നതാണ്. കാരണം നമ്മുടെ മുമ്പിലുള്ള ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ള തന്നെയാണ് നോക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ കാലാവസ്ഥ കാര്യം പറഞ്ഞത്. വേറെയല്ല, ഇപ്പോൾ ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് തന്നെ വരുമ്പോൾ ഒരുപാട് ഈ പുതിയ സാങ്കേതിക വിദ്യകളും ഒക്കെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്, നമ്മളെ സഹായിക്കേണ്ടതുണ്ട്. ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒരു കേരള കൃഷി ഹബ് ഞങ്ങളൊരു ഒരു അപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അത് റെഡിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കാലാവസ്ഥയുടെ മുന്നറിയിപ്പുകൾ കർഷകന് കിട്ടും, ഓരോ മുന്നറിയിപ്പുകളും കിട്ടും. നമ്മുടെ ഈ കീടങ്ങളുടെ ബാധ ആ കർഷകൻ്റെ മൊബൈലിൽ കിട്ടും. അത് AI കൂടി ഉപയോഗിച്ചുകൊണ്ടാണ്. ഒപ്പം ഇന്നത്തെ ഒരു കൃഷി ഉദ്യോഗസ്ഥൻ, കൃഷി ഓഫീസർ ഇന്ന കൃഷിയിടത്തിൽ പോയി എന്ന് പറഞ്ഞാൽ അതാണോ എന്നുള്ളത് ഉറപ്പാക്കാൻ കൃഷി വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ മുതൽ മന്ത്രിക്ക് വരെ പറ്റുകയും ചെയ്യും. ഞങ്ങൾ അതിനെയും കൂടി കണക്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ദേവിക പറഞ്ഞില്ലേ, എല്ലാവരും അതുപോലില്ല, മതി ചോദിക്കുമ്പോഴും പറഞ്ഞല്ലോ, എല്ലാവരും അല്ല എങ്കിലും കുറച്ച് പേരൊക്കെ ഉണ്ടാവും. സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമാണ്. എല്ലാവരും ഉണ്ടാവും, പലരും ഉണ്ടാവും. അതില്ലെന്നൊന്നും ഞാനും പറയുന്നില്ല. 100% ഇതെല്ലാം പക്കാ പെർഫെക്റ്റാണ് എന്നൊന്നും പറയാൻ നമുക്ക് ഒക്കില്ല. അപ്പം ഈ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അവർ ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് കൂടി ഉപകരിക്കുന്ന തരത്തിൽ ഞങ്ങളൊരു സംഭവത്തെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു വിതിൻ 1 or 2 months അത് റെഡിയാവുമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്തരം പുതിയ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ നമുക്കത് അനിവാര്യമാണ്. കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് അനിവാര്യമാണ്. ഞങ്ങളോട് സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുന്നതിനും ഇനിയും ഉള്ളതിനെ സ്വീകരിക്കുന്നതിനുമാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഹരി, വളരെ കൃത്യമായിട്ടൊരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. കൃഷി നമ്മുടെ നിലവിലുള്ള രീതികളിലൂടെ ഒന്നും പോകാൻ പറ്റില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഹരിയുടെ ഒരു അനുഭവത്തിൽ ഈ പുതിയ സാഹചര്യങ്ങൾ, പണ്ടത്തെ പോലെ മഴയും വെയിലും വേനലും മഞ്ഞുമൊക്കെ പല കാലങ്ങളായി മാറി കുഴഞ്ഞുകൊണ്ടിരിക്കുന്നു. കാലാവസ്ഥ ഋതുഭേദങ്ങൾ പല മാറിക്കൊണ്ടിരിക്കുന്നു. ഈ പുതിയ രീതി അനിവാര്യമാകുന്ന ഒരു സാഹചര്യമാണോ കേരളത്തിലുള്ളത്? ആക്ച്വലി ക്ലൈമറ്റ് ചേഞ്ച് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ലൈക്ക് ആദ്യം ഞാൻ എൻ്റെ പ്രൊജക്റ്റ് ഇങ്ങനെ എല്ലാ വീടുകളിലും അതിൻ്റെ പ്രോട്ടോടൈപ്പ് ചെയ്തപ്പം എല്ലാ തക്കാളികളും ചെടികളൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നതാണ്.
പെട്ടെന്ന് 2 ദിവസം ഭയങ്കരമായിട്ട് മഴ പെയ്തു. നമ്മളെന്ന് പറഞ്ഞാൽ ഈ തക്കാളികളെ കുട്ടികളെ നോക്കുന്ന പോലെ 3 നേരം വെള്ളം കൊടുക്കുന്നു, കറക്റ്റ് വളം കൊടുക്കുന്നു, എല്ലാം ഇതാവുന്നത്. പെട്ടെന്ന് 2 മഴ വന്ന് എല്ലാത്തിലും വെള്ളത്തിന്റെ അംശം വളരെ കൂടി, തക്കാളി പെട്ടെന്ന് കെട്ടുപോയി, ഓരോന്ന് വാടിപ്പോയി. ആ ടൈമിൽ എല്ലാ അണുക്കളും അതിലേക്ക് ഇൻഫെസ്റ്റേഷൻ തുടങ്ങി. അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിന് നമ്മൾ നേരിടാനുള്ള അതിന് കറക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചറും കവറിങ്ങും എല്ലാം വെച്ചിട്ട് നെക്സ്റ്റ് ഒരു പ്രോട്ടോടൈപ്പിൽ അഡീഷണൽ ഇതിൽ നിന്നുള്ള മിസ്റ്റേക്കിന് അതിന്റെ പരിഹാരത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കൾട്ടിവേഷൻ ആണ്. അതേപോലെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള കൾട്ടിവേഷൻ ആയിരിക്കും നമ്മുടെ ഒരു ഫ്യൂച്ചർ വരിക. ഓപ്പൺ ഫാമിംഗ് മെല്ലെ മെല്ലെ കുറഞ്ഞു വരും. കാരണം അതിന്റെ പ്രഡിക്റ്റബിലിറ്റിയും ഔട്ട്പുട്ടും നമുക്ക് കിട്ടുന്നത് വളരെ കുറവാണ്. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എത്ര ഒരു ചെടി ഉണ്ടാക്കിയാൽ എത്ര അതിൽ നിന്ന് കിട്ടും എന്നുള്ളത്. ഓപ്പൺ ഫാമിംഗിൽ പ്രഡിക്ഷൻ വളരെ കുറവാണ്. അപ്പൊ അത് എത്രത്തോളം പ്രൊട്ടക്റ്റഡിലേക്ക് കൊണ്ടുവരുമോ വയലില് അത് ആ ഒരു സംശയത്തിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ നമുക്ക് മനസ്സിലായി നമുക്ക് മാക്സിമം ചോദ്യത്തിലേക്ക് വരാം. എല്ലാം കൃത്യമായിട്ട് ആ സമയം തരാം. ഞാനത് കുറച്ചും കൂടി കൃത്യമായിട്ട് ഞാൻ ദേവികയോട് ചോദിക്കാൻ വെച്ച ചോദ്യം അതായിരുന്നു. നിങ്ങൾ വലിയ വയലുകൾ എറണാകുളത്ത് നിന്നാണ് വരുന്നത് അല്ലേ? ചേർത്തലാണ് സ്ഥലം, ഓഫീസ്. വലിയ വയലുകളിലും കൃഷി അനുഭവങ്ങളും ഉണ്ട്. നമ്മളിപ്പോ 2500 ഏക്കറോടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയില്. അപ്പോൾ നമുക്ക് അവിടെ ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇഷ്യൂസ് അത്തരം കർഷകരെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു? അത്തരം കർഷകർക്ക് ഗവൺമെന്റ് തന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് അവരുടെ അടുത്ത് നിന്ന് കിട്ടിയ ഒരു തീർച്ചയായിട്ടും താങ്കളുടെ അടുത്തേക്ക് വരും. ഇന്ററപ്റ്റ് ചെയ്യാതിരിക്കല്ലേ നമുക്ക്. ശരി, ഇവര് പറയട്ടെ. ഇപ്പൊ നമ്മള് സംസാരിച്ചവര് പറഞ്ഞിരിക്കുന്നത് അവർക്ക് അതിനുള്ള ഇൻഷുറൻസ് കിട്ടും, ആ ഒരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലൈമറ്റ് നമ്മൾ ആ ഒരു സമയത്ത് സ്പ്രേ ചെയ്ത ശേഷം പിറ്റേ ദിവസം മഴ വന്നു കഴിഞ്ഞാൽ സ്പ്രേ ചെയ്തതിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല. അങ്ങനത്തെ കേസിൽ ഇപ്പോൾ നമ്മൾ അവരിൽ നിന്ന് ചാർജ് ചെയ്യാറില്ല. നമ്മൾ തന്നെ പോയിട്ട് വീണ്ടും ചെയ്തു കൊടുക്കുക ചെയ്യുന്നത്. നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യാണ്. എന്ന് വെച്ചാൽ ഈ ഒരു ഗ്യാപ്പ് വരുന്നെന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ഗവൺമെൻറ് ജോലിക്കാരുടെ ഒരു റിസ്ക് എടുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ഇല്ലായ്മ ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഈ സ്കീം പാസ്സാക്കി കൊടുത്താൽ നാളെ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ള പേടിയല്ല കുറേ പേർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇത് കാരണം കൂടെ പല സ്കീമുകളും ഈ ഫാമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാതെ പോകുന്നുണ്ട്. അപ്പോൾ ഞാനത് ആഡ് ചെയ്യാൻ വിട്ടുപോയായിരുന്നു. ഈ ക്ലൈമറ്റ് ചേഞ്ച് വല്ലാത്ത ക്രൈസിസ് ആണ്. നേരത്തെ പറഞ്ഞതിനപ്പുറത്ത് കൊടുങ്കാറ്റുകളുടെ ഒരു തുരുത്തായി കേരളം മാറുന്ന ഒരു കാലം കൂടിയൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു എന്താ പറയുക, ഇതൊരു നമ്മൾ തലയ്ക്ക് മീതെ തൂങ്ങിക്കിടക്കുന്നൊരു വാള് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ. ഇതിൻ്റെ വെട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെ മാറാൻ പറ്റും? നമുക്ക് ഏതെങ്കിലും ഒരു സർക്കാർ വിചാരിച്ചാൽ തടയാവുന്ന ഒന്നല്ല ക്ലൈമറ്റ് ചേഞ്ച്. പക്ഷേ അതിനപ്പുറത്തുള്ള മറ്റു ചില ഒരു വലിയ കാഴ്ചപ്പാടിലേക്ക് കൂടി വേണം. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? നമുക്കതിനെ ഒരു ചെറിയ സമയങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത്, ഒരു ദീർഘകാലം കൊണ്ട് ചെയ്യാൻ കഴിയുന്നത്, ഇങ്ങനെ 2-3 തരത്തിൽ നമുക്കതിനെ കാണേണ്ടതുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറഞ്ഞ റിയാലിറ്റിയാണിപ്പോൾ. നമുക്ക് നേരത്തെ എല്ലാം മിത്താണ് എന്നുള്ള തരത്തിലുള്ള അവതരണമായിരുന്നു പലയിടങ്ങളിലും ഉണ്ടായിരുന്നത്. ഇന്നൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിലുണ്ട്. ഏറ്റവും കൂടുതൽ അതിൻ്റെ പ്രതിസന്ധി അനുഭവിക്കുന്നത് കൃഷിയിലാണ്. കൃഷിയിൽ അതിൻ്റെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിലാണ് ആ പ്രതിസന്ധി വളരെ ഗുരുതരമായി വന്നു കയറുന്നില്ല. ഇപ്പോൾ തന്നെ ഒരു ചെറിയ ഒന്ന് മാറിപ്പോവല്ലെങ്കിൽ പോലും നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ അരിയാഹാരത്തിൻ്റെ കാര്യം പറയുന്നവരും അരി ഉപയോഗിക്കുന്നവരുമാണ്. നമ്മൾ ഉപയോഗിക്കുന്നതാണ്ട് നമുക്കൊരു 20% മാത്രമാണ് നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ പുറമേ നിന്ന് കൊണ്ടുവരികയാണ്. പുറമേ നിന്ന് കൊണ്ടുവരുന്ന ആന്ധ്ര അവരുടെ അരി ഉൽപ്പാദനം കുറച്ച് കൊണ്ടുവരികയാണ്. ബംഗാൾ കുറയുകയാണ്. പഞ്ചാബ് അവർ തീരുമാനിക്കുന്നത് ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ച് ഗവൺമെൻറ് തന്നെ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഒന്ന്, അവിടെ വൈക്കോൽ കത്തിക്കുന്നതിൻ്റെ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. 2, അവരുടെ വെള്ളത്തിൻ്റെ പ്രശ്നം. ഇങ്ങനെ അരി ഉൽപ്പാദക സംസ്ഥാനങ്ങൾ എന്ന് നമ്മൾ കരുതുന്നതെല്ലാം കുറഞ്ഞുകൂടി വരുന്ന ഒരു തരത്തിൽ ഒരു പ്രതിസന്ധി വരാൻ പോവാണ്. ഈ സാഹചര്യത്തിലാണ് നമുക്ക് ഉൽപ്പാദനക്ഷമതയുള്ള ഇനങ്ങൾ പരീക്ഷിക്കേണ്ടി വരുന്നത്. അവിടെ ഒരു അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്, കുട്ടനാടക്കമുള്ള ഇടങ്ങളിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വലിയ പ്രതിസന്ധി ഈ അരിയുടെ കാര്യത്തിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതും കാലാവസ്ഥയുമായി ചേർത്ത് വെച്ചും അഭിമുഖീകരിക്കുന്നതുണ്ട്, അല്ലെങ്കിൽ വരുന്ന ആളുകൾ വലിയ പ്രതിസന്ധിയിലേക്ക് എത്താൻ പോകുന്നുമുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ അവിടെ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും? ഒന്ന്, ഒരു ചെറിയ സമയത്തിനുള്ളിൽ വിളവ് കിട്ടുന്ന ഇനങ്ങൾ നമുക്ക് കണ്ടെത്തേണ്ടത്. ഇപ്പോൾ നമുക്ക് മണിരത്ന പോലെയുള്ള ഇനങ്ങൾ പണ്ടുണ്ടായിരുന്ന ഇനങ്ങളിൽ നിന്ന് അത്രയും കാലം വേണ്ട അത് നമുക്ക് വിളവെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ഇനിയും ഇതിനേക്കാൾ ചെറിയ സമയത്തിനുള്ളിൽ വിളവെടുക്കാൻ പറ്റുന്ന ഇനങ്ങൾ അതും നമുക്ക് കണ്ടെത്തേണ്ടതായിട്ട് വരും. ഒന്ന് അതാണ്. 2, നമുക്ക് അത് ഈ നെല്ലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റു കാര്യങ്ങളെല്ലാമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രമേ പ്രശ്നം. വീണ്ടും മഴ പെയ്താൽ എന്താ, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ
മരുന്ന് തളിച്ചപ്പോഴേക്കും നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലേക്ക് എത്തി. ഇവിടെ നമുക്കുണ്ടായിരുന്നൊരു ഇൻഷുറൻസാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ സംസ്ഥാനം ഒരു 2-3 തരത്തിൽ ഇത് നടപ്പിലാക്കുന്നുണ്ട്. ഒന്നൊരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മാത്രമായൊരു ഇൻഷുറൻസ് നമുക്കുണ്ടിവിടെ, വിള ഇൻഷുറൻസ് എന്ന് പറയുന്നത്. 2 കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസ് പരിപാടിയുമാണ് നമുക്കുള്ളത്. അപ്പം ഞങ്ങളിപ്പം ഈ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു കൃഷി നശിച്ചു പോകുമ്പോൾ മാത്രമാണ് ആ ഇൻഷുറൻസ് കിട്ടുന്നത്. അതുകൊണ്ട് മാത്രമായിട്ട് കർഷകന് പരിഹാരമാർഗം ആവുന്നില്ല. യാഥാർത്ഥ്യം അതാണ്. പിന്നെ എങ്ങനെയാണ് കർഷകനെ സഹായിക്കാൻ പറ്റുക? ഞാനിപ്പം നെല്ല് വിതച്ചു, അല്ലെങ്കിൽ ഞാറ് നട്ടു കഴിഞ്ഞു, അല്ലെങ്കിൽ കൊയ്യാറായപ്പോഴേക്കും വെള്ളം കയറി കുറച്ച് കഴിയുമ്പോൾ വെള്ളം മാറിയെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴോ വെച്ചിട്ട് ഈ കൃഷിയുടെ ഇടയ്ക്ക് വരൾച്ച കൊണ്ടോ മഴ കൊണ്ടോ എൻ്റെ കൃഷിയുടെ വിളവിൽ കുറവ് വന്നു. സഹായിക്കാനുള്ള സംവിധാനം ഇപ്പം ഇല്ല. ഇവിടെയാണ് നമ്മൾ ഇതിനെ ഗൗരവത്തിൽ കാണേണ്ടതായിട്ട് സർക്കാരിന് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ആ ഇൻഷുറൻസ് ഒന്ന് പരിഷ്കരിച്ചു. കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് കർഷകന് വിളവിൽ കുറവ് വന്നാൽ ഈ നഷ്ടം പരിഹരിക്കാൻ കഴിയണം. അതിന് കാലാവസ്ഥാ അധിഷ്ഠിത വിള ഇൻഷുറൻസ് എന്നുള്ളത് പരിഷ്കരിക്കാൻ തീരുമാനിക്കുകയും അത് നടപ്പിലാക്കി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു പൊതുപരിപാടി എന്നതിനപ്പുറത്ത് കേരളത്തിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായി ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ, അതിലേക്ക് അങ്ങ് പൂർത്തിയാക്കിക്കോളൂ. പക്ഷേ അത് ഇതുകൂടി പറയുകയാണെങ്കിൽ നന്നായിരിക്കും തോന്നുന്നു. മലനാടിനും ഇടനാടിനും തീരത്തിനും പലതരത്തിലുള്ള അതിൻ്റെ രീതികളുടെ വ്യത്യാസങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ ഒരേ സ്കെയിൽ കൊണ്ട് അളക്കുന്ന ഒരു സമീപനം പലപ്പോഴും കാണാറുണ്ട്. അതിനുള്ളൊരു പരിഹാരം കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാവും. അത് നമ്മൾ ഓരോ അഗ്രോ എക്കോളജിക്കൽ സോണുകളുടെ ഇപ്പം തന്നെ തിരിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ വിളയുടെ കാര്യത്തിനകത്ത് വ്യത്യാസം വരും. ഇപ്പോൾ നെല്ലിൻ്റെ കാര്യം ഉദാഹരണം ഞാൻ പറഞ്ഞുള്ളത് മാത്രം. ഏത് വിളയാണോ നമ്മൾ നിശ്ചയിക്കുന്നത് ആ വിളയിൽ നിന്ന് കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് ലഭ്യമാവേണ്ടുന്ന വിളവ് ലഭിച്ചില്ല എങ്കിൽ കർഷകൻ നഷ്ടപരിഹാരത്തിന് അർഹനാണ്. അത് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ഈ പറയുന്ന ഇൻഷുറൻസിനകത്ത് ആ സംവിധാനം അവരുമായിട്ടെല്ലാം ഞങ്ങൾ ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് നല്ല ഡിസ്കഷൻ, ഞങ്ങളോടാണല്ലോ ഒരു നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ട. അതിനകത്ത് കർഷകന് ഒരു ചെറിയ പ്രീമിയം മാത്രമേ അടയ്ക്കേണ്ടൂ. അത് ഞങ്ങൾ വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് നടപ്പിലാക്കാനാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ദീർഘകാലത്തേക്ക് ചിലവുണ്ട്. അതാണ് ഞങ്ങൾ ഈ കാർബൺ ന്യൂട്രൽ കൃഷിയുടെ ഭാഗമായിട്ട് അന്തരീക്ഷത്തിലേക്ക് എഴുതുവിടുന്ന മറ്റ് വാതകങ്ങളുടെ അളവൊക്കെ ചിലപ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ് നമുക്ക്. എന്നാൽ കൃഷിയുമായി തന്നെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എത്രമാത്രം ഒരു കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചർ എന്നുള്ളത് നടപ്പിലാക്കാൻ കഴിയുമെന്ന് നോക്കി ഞങ്ങളത് എല്ലാവരോടും കർഷകരെല്ലാം ചെയ്യ് എന്ന് പറഞ്ഞല്ല, കൃഷി വകുപ്പിൻ്റെ തന്നെ സ്വന്തം ഫാമിൽ ഞങ്ങളത് തുടങ്ങി. അങ്ങനെയാണ് ആലുവയിലെ ഫാം ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാമാണ്. ഒരു 13 ഫാമുകൾ കൂടി ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇവിടെ ഇത് കർഷകർ നേരിട്ട് കണ്ടുപഠിക്കാം, ബോധ്യപ്പെടാം, ശരിയാവുന്നുണ്ടോ റെഡിയാവുന്നുണ്ടോ എന്നുള്ള കാര്യമല്ല. അത് ലാഭകരമാണ്, കർഷകന് നഷ്ടമല്ലാത്തതാണ് എന്ന് ബോധ്യപ്പെട്ട് കർഷകൻ അങ്ങനെയൊക്കെ മാറുക എന്നത്. വെറുതെ നമ്മളെല്ലാവരും ഞാൻ തന്നെ എപ്പോഴും ഈ സർവകലാശാല അവരോടൊക്കെ പറയാറുണ്ട്, നമ്മൾ ഈ ഇൻപുട്ട് എന്നിവർ പഠിക്കുന്നതെല്ലാം ഒന്ന് വിത്ത്, വളം, ഇത്തരം കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ ഒരു കർഷകൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവകലാശാലയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ വേറെ ഇടത്തിലോ കണക്ക് കൂട്ടുന്ന ഈ വിത്തും വളവും വെള്ളവും മാത്രമല്ല, അവൻ്റെ അധ്വാനമുണ്ട്. അവൻ്റെ കുടുംബത്തിൻ്റെ അധ്വാനമുണ്ട്. ചിലപ്പോൾ കണക്കിൽ പെടാത്തതാണ്. ഇതെല്ലാം കൂടി ചേർന്ന് കണക്ക് കൂട്ടിട്ട് വേണം നമ്മൾ ഈ ഇൻപുട്ടിനെ കുറിച്ച് പറയാൻ. എന്നിട്ട് വേണം നമുക്ക് അത് ലാഭകരമാവുന്നുണ്ടോ എന്ന് അവർക്ക് ബോധ്യപ്പെടാൻ. അങ്ങനെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടുകളായി ഇവിടെ തന്നെ വരണം. ഞങ്ങൾ ഇവരുടെയൊക്കെ ഇടങ്ങൾ ഞങ്ങൾ ഈ ഡെമോൺസ്ട്രേഷൻ്റെ ഇവരൊക്കെ ഞങ്ങൾ ഈ 27 പേര് ഞങ്ങൾ ഈ ഇസ്രയേലിലെല്ലാം മാസ്റ്റർ ഫാർമേഴ്സായിട്ടാണ് കണക്കൂട്ടിയതെല്ലാം. നമ്മുടെ മറ്റ് കർഷകരെ ഇവരുടെ അടുത്തേക്കാൾ ഞങ്ങൾ ഇവരെല്ലാം ഒരു ഘട്ടമാകുമ്പോഴേക്കും ഞങ്ങൾ മറ്റ് കർഷകരെ ഇവരുടെ അടുത്തേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നതെല്ലാം. ഇത് മനസ്സിലാക്കുന്നുണ്ട്. അതേപോലെ വന്ന് മനസ്സിലാക്കി ബോധ്യപ്പെട്ടിട്ട് വേണം കർഷകൻ. അല്ല നിങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ബലം പിടിച്ചുകൊണ്ട് നല്ല കർഷകനെ ഇതിലേക്ക് മാറ്റണം. അപ്പോൾ ഇങ്ങനെ ഒരു വിവിധങ്ങളായ ഘടകങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു സംഭവത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും ഞങ്ങൾ ഈ കേര പ്രോജക്റ്റ് ഞങ്ങൾ അതിനെ ഈ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതിസന്ധികളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്പർ 1. ഈ ഞാൻ നേരത്തെ പറഞ്ഞ 2370 കോടിയുടെ ഈ പ്രോജക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ചോദ്യങ്ങളിലേക്ക് പോകും മുമ്പ് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, എത്രത്തോളം ഉൽപ്പാദനം കൂടുന്നുണ്ട് കേരളത്തിൽ? അത്തരം കണക്ക് കേരളത്തിൽ നമുക്ക് ഉൽപ്പാദനം കൂടുന്നുണ്ട്. നമുക്ക് ഇപ്പം നെല്ലിൻ്റെ നമ്മൾ ഉൽപ്പാദനം കൂടിയിട്ടുണ്ട്. പച്ചക്കറിയുടെ ഉൽപ്പാദനം നമുക്കൊരു 2016 ഇപ്പോഴത്തെയും കണക്ക് നമ്മൾ നോക്കൂ, നല്ലവണ്ണം നമുക്ക് ഉൽപ്പാദനം കൂടിയിട്ടുണ്ട്. അത് സീസണലായി മാത്രം മാറാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ക്യാമ്പയിൻ എടുത്തു, എല്ലാവരും കൂടി ഇറങ്ങി, അത് കഴിയുമ്പോഴത്തേക്കും വിട്ടു. അങ്ങനെ വരാൻ പാടില്ല. ഞങ്ങളതുകൊണ്ടാണ് ഇതിനകത്ത് 2 കാര്യങ്ങൾ കൂടി നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട്. അതൊന്ന്, ഈ ന്യൂട്രീഷൻ അഗ്രികൾച്ചർ എന്നതിനെ നമ്മൾ കണക്കാക്കണം. അതിന് ഞങ്ങൾ ഈ തീരുമാനങ്ങളിലേക്ക് എത്തിയതെല്ലാം കുറേ പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ അതുകൂടി പറയേണ്ടതുണ്ട്. ഇപ്പോൾ 200 ഗ്രാം
പച്ചക്കറികൾ ഒരു ദിവസം നമ്മൾ കഴിക്കണം എന്നാണ് പറയുന്നത്. 50 ഗ്രാം ഇലവർഗ്ഗങ്ങൾ കഴിക്കണം എന്നാണ്, 50 ഗ്രാം കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കണം എന്നാണ്. പഴത്തിൻ്റെ വേറെ ഉണ്ട് അതെന്ന് പറയും. ഈ 3 ഐറ്റങ്ങൾ ചേരുമ്പോൾ 300 ഗ്രാമായി. ഇന്ത്യൻ ശരാശരി 225 ഗ്രാം കഴിക്കുന്നുണ്ടെന്നാണ്. മലയാളി നമ്മൾ പറയുന്നത് എന്താ, നമുക്ക് എല്ലാത്തിലും നമ്മൾ നമ്പർ 1 ആണെന്നല്ലേ. മലയാളിക്ക് എത്രയാണെന്നറിയോ? 160 ഉള്ളൂ. ഇത് അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യത്തെയാണ് ബാധിച്ചിരിക്കുന്നത്. ഇവിടെയാണ് നമ്മളൊരു ന്യൂട്രീഷൻ അഗ്രികൾച്ചറിൻ്റെ പ്രാധാന്യം. അത് നമുക്ക് ലോകത്ത് എവിടെയും കിട്ടുന്നത് വെച്ച് കഴിയില്ല. എൻ്റെ മണ്ണിൽ നമ്മുടെ പ്രദേശത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന, ഉണ്ടാക്കിയിരുന്ന ഇനങ്ങൾ എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റും, ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, അതിന് ഓരോ മേഖലകൾ തിരിച്ച് ഫുഡ് പ്ലേറ്റുകൾ തയ്യാറാക്കണം എന്നും ഇതിൻ്റെ ബന്ധപ്പെട്ട ആരോഗ്യ മേഖലയിലെ വിദഗ്ധരടക്കമുള്ളവരെ ചേർത്തിരുത്തിക്കൊണ്ട് പ്രാദേശികമായ ഭക്ഷണങ്ങൾ, അതിൻ്റെ റെസിപ്പീസ് നമ്മൾ കൂടി മുൻകൈയെടുത്ത് തയ്യാറാക്കണമെന്നും, അപ്പോൾ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകന് അതിന് വരുമാനം കിട്ടും, അത് നാട്ടിൽ പ്രയോഗിക്കും, അപ്പോൾ ജനങ്ങളുടെ ആരോഗ്യത്തിനത് ഗുണകരമായി. ഇങ്ങനെ കൂടി കുറച്ചുകൂടി ആൾക്കാരിലേക്ക് ബന്ധപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്, ബന്ധപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം. അത് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. നമ്മളിങ്ങനെ നമുക്ക് പറയുമ്പോൾ ഇതാവും, പക്ഷേ അതുകൊണ്ട് ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മറ്റ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി താഴെയറ്റം മുതൽ തന്നെ ആശയവിനിമയം നടത്തി അവരുടെ പങ്കാളിത്തത്തോടു കൂടി ഇത് നടപ്പിലാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു മിഷൻ രൂപത്തിൽ ഇത് നടപ്പിലാക്കണമെന്ന് ആലോചിച്ചു. അതുകൊണ്ട് ഒരു പോഷക സമൃദ്ധി മിഷൻ അത് തയ്യാറായി. ഈ 2024 ഏപ്രിൽ മുതൽ നമ്മൾ അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ്. തീർച്ചയായും ഞാൻ ഉറപ്പ് പറഞ്ഞിരുന്നു ചോദ്യങ്ങൾ അങ്ങയിലേക്ക് വരുമെന്ന്. ആരോടാണ് ചോദിക്കുന്നത് എന്ന് പറയാം. രണ്ട് കാര്യമാണ്. ഒന്ന്, നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴി, ത്രിതല പഞ്ചായത്തുകൾ വഴി 1 ഹെക്ടർ നെല്ല് കൃഷി ചെയ്യുന്ന കൃഷിക്കാരന് പരമാവധി നൽകാവുന്ന സാമ്പത്തിക സഹായം, അതായത് സബ്സിഡി 25,000 രൂപയായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. അത് പ്ലാനിംഗ് ബോർഡിൻ്റെ നിർദ്ദേശമാണ്. ഇപ്പോൾ ഒരു തദ്ദേശ ഭരണം ബോർഡിന്, ഇപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ അകത്ത് ആകെ 20 ഹെക്ടറിൽ നെൽകൃഷിയുള്ളൂ. അവിടുത്തെ പഞ്ചായത്ത് എടവണ്ണ, മലപ്പുറം. അവിടെ 1 ഹെക്ടറിന് 50,000 രൂപ നൽകാൻ പഞ്ചായത്ത് തയ്യാറാണ് പ്രൊജക്റ്റിൽ. പക്ഷേ പ്ലാനിംഗ് ബോർഡിൻ്റെ നിർദ്ദേശമുള്ളതുകൊണ്ട് പ്രൊജക്റ്റ് തയ്യാറാക്കി മടക്കി അയച്ചു. അപ്പോൾ പഞ്ചായത്ത് തീരുമാനിച്ചാലും കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട്, മാറ്റണം. 2, ഞാൻ 15 വർഷമായിട്ട് ജൈവ കൃഷി ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഈ വർഷം പറ്റിയ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ പഴയ നാടൻ വിത്തുകൾ ഉപയോഗിക്കുന്നത്. അപ്പം നാറ് പാകുന്ന സമയത്ത് മഴയില്ല, കർക്കിടകത്തിൽ മഴ പെയ്തില്ലല്ലോ. അപ്പോൾ വെള്ളമൊക്കെ കൂട്ടി തിരിച്ച് കൊണ്ടുവന്ന് ഞാറ് പാകി ഞാറൊക്കെ നട്ട് നമ്മുടെ കതിര് വന്ന സമയത്ത് നല്ല മഴ വന്നു മാത്രമല്ല അതിൻ്റെ കൂടെ കീടങ്ങളും വന്നു. ചാഴിക്ക് എക്കാലക്സം മലത്തിനൊക്കെ അടിക്കാം, പക്ഷെ നമ്മളത് അടിക്കില്ലല്ലോ. നമ്മളവസാനം മീനിൻ്റെ വേസ്റ്റൊക്കെ കൊടുന്നിട്ട് ബീപ്പയിലിട്ട് മണ്ണടിപ്പിച്ച് 3-4 ദിവസം പിന്നാലെ കൂടി. പക്ഷേ ഈ വർഷത്തെ വിളവ് വളരെ മോശമായിരുന്നു. അപ്പോൾ ഇതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ 600ഓളം വിത്തുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, നാടൻ വിത്തുകൾ. ഇപ്പോൾ കോഴിക്കോട് സർവകലാശാലയിലെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഡോക്ടറേറ്റ് കിട്ടാൻ വേണ്ടി നടത്തിയ പഠനത്തിൽ നമ്മുടെ തനത് നാടൻ വിത്തുകളായിട്ടുള്ള കേരളത്തിലെ വിത്തുകൾക്ക് അതുപയോഗിച്ച് അതിൻ്റെ തവിട് കൂടിയ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുന്ന എല്ലാ രോഗങ്ങളെയും പ്രതിരോധിക്കാനുള്ള കരുത്തുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതിനെ സഹായിക്കാൻ കൃഷി വകുപ്പിന് വല്ല പ്രൊജക്റ്റും ഉണ്ടോ? ഇവിടെ മനുരത്നമൊക്കെയാണ് ഇപ്പോഴും ചർച്ച ചെയ്യുന്നത്. നമ്മളെ 90 ഉണ്ടായിരുന്നു നേരത്തെ. നമ്മുടെ 90 തവളക്കണ്ണനും ചിറ്റേനിയൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അപൂർവം കൃഷിക്കാരുടെ കയ്യിലുണ്ട്, ഞങ്ങളെപ്പോഴുള്ള ആളുകളുടെ കയ്യിൽ. പക്ഷെ അത് കൃഷി ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും സഹായം. എൻ്റെ നാട്ടിലൊരു കൃഷി അസിസ്റ്റൻ്റ്, അദ്ദേഹം നല്ല താല്പര്യമുള്ള ഒരാളാണ്. ഇതിനുവേണ്ടി പ്രത്യേക പ്രൊജക്റ്റ് ഉണ്ടാക്കി, തനത് നാടൻ വിത്തുകൾ കൃഷി ചെയ്യുന്ന കൃഷിക്കാർക്ക് പ്രത്യേക സബ്സിഡി. പക്ഷെ കൃഷി വകുപ്പ് അംഗീകരിച്ചില്ല, റിജക്റ്റ് ചെയ്തു. അപ്പം കൃഷി വകുപ്പാ നമ്മുടെ പ്ലാനിംഗ് ബോർഡ്, നമ്മുടെ ആസൂത്രണ സമിതി അംഗീകരിച്ചില്ല. കൃഷി വകുപ്പ് പറഞ്ഞാൽ അതിൻ്റെ ഭാഗമാണല്ലോ. കൃഷി അസിസ്റ്റൻ്റ് ഉണ്ടാക്കി പ്രൊജക്റ്റ് കൊടുത്തു, പക്ഷെ നമ്മുടെ ജില്ലാ ആസൂത്രണ സമിതി നിരാകരിച്ചു. ഞാൻ പറയാം. ഈ 2 കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ ജൈവ വളങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ നമ്മുടെ നാട്ടിൽ പശു വളർത്തുന്നവർ, കോഴി വളർത്തുന്നവർ, ഇവരെ സംഘടിപ്പിച്ചുകൊണ്ട് കൃഷി വകുപ്പ് തന്നെ നേരിട്ട് വളം ഉണ്ടാക്കി കൊടുക്കാമല്ലോ.
അതിനുള്ള ഞാൻ അത്ര ദീർഘമായിട്ട് സംസാരിക്കാൻ അനുവദിച്ചത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ വളരെ ജെന്യൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായിട്ടും മണ്ണിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യന് പറയാനുള്ളത് കേൾക്കേണ്ട ബാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഒരു ചോദ്യം എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹം 6 ചോദ്യങ്ങളാണ് ഉന്നയിച്ചത്, 6 ഉത്തരങ്ങൾ കേൾക്കണം. അല്ല, അദ്ദേഹം ഒന്ന് പറഞ്ഞത് പ്ലാനിംഗ് ബോർഡിന്റെ കാര്യമാണ്. നമുക്കത് ബന്ധപ്പെടാം. ഓരോ ഇടങ്ങളിലെ പ്രശ്നമുണ്ട്. നമ്മളുമായിട്ട് ഞാൻ അതിന് കമൻറ്റ് മറുപടി പറയുന്നുമില്ല. നമുക്കത് ഇടപെടാം. ചില സംവിധാനങ്ങളുടെ പ്രശ്നമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. ഞാനും അനുഭവിക്കുന്നുണ്ട്. എനിക്കും ചില അത്ര അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിപ്പോൾ പറയുന്നില്ലെന്നുള്ളൂ. 2 അങ്ങ് പറഞ്ഞൊരു പ്രശ്നമുണ്ടല്ലോ, അത് എന്നോട് അതും എൻ്റെ അനുഭവമാണ്. ഞങ്ങളൊരു കൃഷിഗീത എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തി. ഈ പദ്ധതി രേഖ തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റിനകത്തെല്ലാം ഉള്ള പരിപാടിയാണ്. ഇപ്പോൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. അവർക്ക് ഏത് മന്ത്രി വന്നാലും അവരെല്ലാം കൃത്യം ഇങ്ങനെ വരും, അവർ തയ്യാറാക്കും, അവർ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ ചെയ്യും, നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഞങ്ങൾ ചോദിച്ചു, ഈ കർഷകരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞങ്ങൾ കർഷകരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ വേണ്ടി 3 ദിവസം നീണ്ടു നിന്ന കൃഷിഗീത എന്ന് പേരിട്ട ഒരു പരിപാടി നടത്തി. അതിൽ പങ്കെടുത്ത ഒരു 10-20 വയസ്സാണ് ഒരു പെൺകുട്ടി. അവൾ വളരെ ഇതേപോലെ ചോദ്യങ്ങളൊക്കെ ഞാനുണ്ടായിരുന്നു, പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. ഞാൻ വിത്തിട്ടിട്ട് വന്നതാണ്, ഇന്ന് മഴ പോയി എന്ന് എൻ്റെ എല്ലാം നഷ്ടം. 2ാമത്തെ 3ാമത്തെ പ്രാവശ്യമാണ്. എനിക്കെന്താണ് പരിഹാരമാർഗം? രോഷാകുലയായിട്ടാണ് ഈ മോൾ ചോദിക്കുന്നത്. MBA കഴിഞ്ഞിട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മറുപടി വിത്ത് പകരം കൊടുക്കും എന്നുള്ളതാണ്. അതേ ഉള്ളൂ സ്കീം നമുക്ക്. ഞാൻ പറഞ്ഞത് വേറെ ഒന്നും പറയില്ല. 2 പ്രാവശ്യം മഴ പെയ്ത് മൊത്തം പോയി കഴിഞ്ഞിരിക്കുന്നു. നമുക്കൊറ്റ സ്കീമേ ഉള്ളൂ, പകരം വിത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ അവിടെയാണ് നേരത്തെ പറഞ്ഞത്, ഇവരുടെ അധ്വാനത്തെ നമ്മൾ വേറെ പകരം വിത്ത് കൊടുത്താൽ മതിയെന്നാണ് നമ്മുടെ ഒരു ചിന്തയ്ക്കകത്തിരുന്നതെല്ലാം. ഇവിടെയാണ് നമുക്ക് അദ്ദേഹം പറഞ്ഞ ഒരു വിഷയം വരുന്നുണ്ടല്ലോ, എല്ലാം കൊയ്യാറായപ്പോഴത്തേക്കും ഇതെല്ലാം വന്നു കയറി ആകെ പ്രശ്നമാകുമ്പോൾ നമുക്ക് വിളവ് കുറഞ്ഞാലൊന്നും ഇൻഷുറൻസ് കിട്ടത്തില്ല. ഇതുവരെയും നമുക്കതിന് വിളവ് കുറഞ്ഞാലും നമുക്ക് ഇൻഷുറൻസ് കിട്ടണം. നമുക്ക് വേറെ സാമ്പത്തിക സഹായം ചെയ്യാൻ പ്രയാസമാവും. പക്ഷേ എന്നാൽ വിളവ് കുറഞ്ഞാലും ആ വിളവ് കുറയുന്നതിനനുസരിച്ചിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടുക എന്നുള്ളത് ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. നമുക്കത് നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. നമുക്കത് കേരളത്തിൽ മുഴുവൻ പറഞ്ഞു തീർക്കാം, നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് പിന്നെ കാർഷിക സർവകലാശാല, ഇപ്പം ഞാൻ മണിരത്നയുടെ വക്താവായി പറഞ്ഞല്ല, ഒരു ചെറിയ സമയം കൊണ്ട് കുട്ടനാട് പോലുള്ളിടത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പറയുന്ന പഴയ വിത്തിനങ്ങളിൽ നിന്ന് തന്നെയല്ലേ ഈ മിക്കവാറുള്ള ഇതെല്ലാം പുതിയ ഇനങ്ങളെല്ലാം കണ്ടെത്തുന്നതും. അല്ലാതെ ഇവരെവിടുന്നേലും പുതുതായിട്ട് എവിടുന്നേലും ആകാശത്തു നിന്ന് കൊണ്ടുവന്നൊരു പുതിയ വിത്തുണ്ടാക്കില്ലല്ലോ. നമ്മുടെ പഴയ ഒരുപാട് വിത്തിനങ്ങളുടെ ആ മേന്മയെല്ലാം വെച്ചിട്ട് തന്നെയാണ് അതിനെല്ലാം അതിൻ്റെ ജീനുകളിലൊക്കെ എടുത്തിട്ട്, അല്ലെങ്കിൽ എന്തോ ഞാനായിട്ട് സാങ്കേതികതയിലേക്ക് പോകില്ല, ശാസ്ത്രീയതയിലേക്കും പോകില്ല. നമ്മുടെ നാട്ടിലുള്ള ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത്, നാടൻ വിത്തിനങ്ങളെയും നാടൻ ഓരോ ഇതുമായി ബന്ധപ്പെട്ട ഇനങ്ങളെയും പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഇടയ്ക്ക് ഞാൻ ഹരീഷും തമ്മിൽ ചില തർക്കമടക്കം ഉണ്ടാകുന്നതാണ്. അല്ല, ഇത് ഞാൻ കറക്റ്റാണ് പറയുന്നത്. കാരണം നാടനായിട്ടുള്ള പച്ചക്കറി ചെടികളൊക്കെ അധികം അസുഖങ്ങളെ പ്രതിരോധിക്കുന്നുണ്ട്. നമ്മളെ ഹൈബ്രിഡ് ആയിട്ടുള്ള പെട്ടെന്ന് 1 തരം ഹൈബ്രിഡ് വിത്തൊക്കെ ഉണ്ട്. എനിക്ക് തന്നിട്ടുണ്ട്, ഞാനും അത് ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് അതിന് വലിയ ചില തർക്കങ്ങളിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ നമുക്ക് ഈ പറയുന്ന നാടൻ ഇനങ്ങളുടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്കകത്ത് ഇവിടെ ഇരിക്കും. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ പൊക്കാളി അറിയാം, മധുവിന് എല്ലായിടത്തും പോകുന്നത് അറിയാൻ പറ്റും. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ചോദിക്കാറുണ്ട്, എത്ര പേർക്ക് അറിയാം പൊക്കാളിയെക്കുറിച്ച്. പൊക്കാളി ഞാൻ ഇടയ്ക്ക് കൊയ്യാൻ ഇറങ്ങുമ്പോൾ എൻ്റെ ഈ നെഞ്ചറ്റം വെള്ളത്തിൽ നിന്നിട്ടാണ് ഞാൻ കൊയ്യുന്നത്. ഒരു തണ്ട് പോലും ഒടിഞ്ഞു വീഴില്ല. ആലപ്പുഴ ജില്ലയുടെ ഒരു ഭാഗത്തെ ഈ പൊക്കാളി എൻ്റെ നെഞ്ച അളവിൽ വരെ വെള്ളത്തിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ മുഷ്ടി ഉരുട്ടി മുദ്രാക്കാൻ വിളിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് നെല്ല്. ആ തണ്ട് ഒടിഞ്ഞു വീഴാൻ നിൽക്കുകയാണ്. കുട്ടനാട്ടിൽ ഈ കാലിൻ്റെ പാദത്തിന് മുകളിൽ നിൽക്കുമ്പോഴത്തേക്ക് 3 ദിവസം നിൽക്കുമ്പോഴത്തേക്ക് ഈ സാധനം ഒടിഞ്ഞു വീഴുകയാണ്. എന്തുകൊണ്ടിത്? അതിൻ്റെ കരുത്താണ്. തണ്ടിൻ്റെ കരുത്ത് വിത്തിൻ്റെ കരുത്താണ്. ചെടിയുടെ കരുത്ത് അതിൻ്റെ വിത്തിൻ്റെ കരുത്താണ്. അപ്പോൾ അതിൻ്റെ പ്രതിരോധം അത്രമാലുണ്ടെന്നാണ്. അപ്പോൾ ആ വിത്തിന് ആ നെല്ലിനുള്ള കരുത്ത്. പക്ഷെ മലയാളി അത് മനസ്സിലാക്കാതെ നമ്മൾ മറ്റു പലതിൻ്റെയും ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ന്യൂട്രീഷൻ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ തനത് വിത്തിനങ്ങളെ കൂടി അതിനെയും പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് ആവേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് അതിൻ്റെ പേരിലാണ്. അങ്ങ് പറഞ്ഞ് ഞാൻ 100% ചില മാറ്റങ്ങളെല്ലാം ഇതിൻ്റെ ഈ ആസൂത്രണവും നടപ്പിലാക്കുന്നതൊക്കെ ബന്ധപ്പെട്ട് വേണ്ടതുണ്ട്. അതിനായുള്ള ഒരിടപെടൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമസ്കാരം സാർ. മലയാളി അത് മനസ്സിലാക്കാതെ എന്ന് സാർ പറഞ്ഞത് അവിടെ ഞാൻ തുടങ്ങുന്നു. ഞാൻ വേറൊരു ചോദ്യത്തിനാണ് നിന്നത്. മലയാളി ആദ്യകാലങ്ങളിൽ പറഞ്ഞു, ഈ വിഷമടിച്ചപ്പോൾ ഞങ്ങളുടെ തവള ചത്തുപോകുന്നു, പാമ്പുകൾ ചത്തു വീഴുന്നു. അപ്പോൾ നമ്മുടെ കൊച്ചനിയൻ്റെ മാതിരിയുള്ള അന്നത്തെ എൻജിനീയേഴ്സ് പറഞ്ഞു, നിങ്ങളുടെ മാവിലയിൽ ഇത്രയും PPM
വിഷപദാർത്ഥമുണ്ട്. ഈ PPM വെച്ചവർ ന്യായീകരിച്ചു. അതുകൊണ്ട് കർഷകർ എക്കാലവും പറഞ്ഞിരുന്നു ഇത് തെറ്റാണെന്ന്, മോഡേൺ രീതിയിലേക്കുള്ള പോക്ക്. അത് ഇനി എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പരിഹരിക്കാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. കർഷകന് ന്യായമായ വില എല്ലാ കാലവും ലഭ്യമാക്കിയാൽ ആരും അവനെ കൃഷി പഠിപ്പിക്കാൻ പോണ്ട, ഡ്രോൺ കൊണ്ടുപോണ്ട. അവൻ വളയം ചാടി എവിടെയാണെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് ചെയ്തിരിക്കും. ഇവിടെ ഒരു കഞ്ചാവ് കൃഷിക്ക് നമ്മളൊരു കണ്ണടച്ചു കൊടുത്താൽ എല്ലാവരും വീട്ടിലും ചെയ്യുമല്ലോ, കൃഷിഭവൻ്റെ ആവശ്യമല്ലോ. അടുത്ത ചോദ്യം കൂടി കഴിഞ്ഞ് ഒരുമിച്ച് ഉത്തരം പറയാം. ഞാൻ ഒരു പാരമ്പര്യ കൃഷിക്കാരിയും ഒന്നുമല്ല. ഞാൻ കുറച്ച് വർഷം മുമ്പേ ഇവിടെ വന്ന് താമസിക്കുക. എൻ്റെ അമ്മൂമ്മ ഒരു ഗ്രീൻ തമ്പുള്ള ലേഡിയാണ്. നമ്മുടെ കൊല്ലത്തെ പുരയിടം വിട്ടിട്ട് ട്രിവാൻഡ്രത്ത് വരുന്നത്. അപ്പം ഇത് വളരെ ചെറുതാണ്. അമ്മൂമ്മ അവിടെ ഉള്ള എല്ലാ കാര്യവും ഇവിടെ കൊണ്ടുവന്ന് നട്ടു. അപ്പോൾ അവിടെ 10 തെങ്ങും 2 ടൈപ്പ് മാവും ഒക്കെ ഉണ്ട്. അതിൻ്റെ ഒരു മാവ് ആക്ച്വലി ഞാൻ കനകുന്നിലും നട്ടിട്ടുണ്ട്. കിളിച്ചുണ്ടൻ, ഇപ്പം കാണാൻ കിട്ടാത്ത കിളിച്ചുണ്ടൻ, കൊച്ചു പുളിശ്ശേരി മാങ്ങ, അതാണ് ഇവിടെ കൊണ്ട് നട്ടത്. സോ അങ്ങനെ ഉണ്ട്. അപ്പോൾ അതിനെ സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്തം എൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്. ഐ ലുക്ക് ആഫ്റ്റർ ഇറ്റ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സത്യം പറഞ്ഞാൽ ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. തണൽ എന്ന് പറഞ്ഞ ഓർഗാനിക് ഔട്ട്ലെറ്റിൻ്റെ ഓർഗാനിക് ഫാമിംഗ് ക്ലാസ്സസ് ഞാൻ പോയി എടുത്തു. ആൻഡ് ഐ ഹാവ് ലേൺഡ്. അവരെ നിന്നാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, എനിക്ക് കേരളത്തിലെ ലേബർ കോസ്റ്റ് ആർ വെരി വെരി ഹൈ. ഒന്ന് ലേബർ കിട്ടത്തില്ല, കോസ്റ്റ് ആർ അൺബിലീവബ്ലി ഹൈ. അപ്പോൾ കാർഷിക കർമ്മസേന എന്നും പറഞ്ഞൊരു സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, വിച്ച് ഇസ് എ വെരി യൂസ്ഫുൾ ഓർഗനൈസേഷൻ. ഇത് ഉണ്ടായത് ഐ തിങ്ക് VS അച്യുതാനന്ദ സമയത്താണ് എൻ്റെ ഓർമ്മ. ഏതായാലും കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. സോ ഇതിനെ ഞാൻ ആദ്യം തൊട്ടേ ഞാൻ അവിടെ നിന്നാണ് ലേബർ കൊണ്ടുവരുന്നത്. അപ്പം പക്ഷേ പ്രോബ്ലം ഈസ് അവർക്ക് പേയ്മെൻറ്റ്. ഇപ്പം തേങ്ങ വെട്ടാൻ ഇന്നും അവർക്ക് കൊടുക്കുന്നത് 45 rupees പെർ തെങ്ങ. ഹൂ വിൽ കട്ട് ഫോർ 45? അവർ വെളിയിൽ പോയി ഫ്രീലാൻസ് ചെയ്താൽ അവർക്ക് എനിവെയർ ബിറ്റ്വീൻ 80 to 100 കിട്ടും. അപ്പം ഞാനിത് ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുക, യു പ്ലീസ് റേസ് ദ റേറ്റ്സ്, ബിക്കോസ് അവർ വിട്ട് പോവുക. ഇപ്പം എൻ്റെ കാർഷിക കർമ്മസേന ഇസ് ഇൻ കൊടപ്പനക്കുന്ന്. അത് ഓൾമോസ്റ്റ് നോൺ എക്സിസ്റ്റൻ്റ് ആയി കഴിഞ്ഞു. ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ലേബർ ഫോർ ഐദർ കട്ടിങ്, ഹാർവെസ്റ്റിംഗ് ഓർ ഫോർ മരുന്നടിക്കാൻ. ഒന്നും അവർക്കിപ്പോൾ ലേബർ ഇല്ല. സോ അതാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, അവരുടെ സാലറി കുറച്ച് കൂട്ടണം. ബിക്കോസ് അന്നാലേ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, അന്നാലേ എന്നെ പോലത്തെ ആൾക്ക് ഫാർമിംഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ മാം, 2 ചോദ്യങ്ങളാണ്, 2 അറ്റത്താണ്. നമുക്ക് ഈ പറയുന്ന ഞാൻ മലയാളി എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ പോലും നമ്മുടെ ശീലങ്ങളുടെയും രീതികളുടെയും ഭാഗമായിട്ട് കൂടുതൽ ആൾക്കാർ പറയുന്നത് വെച്ചിട്ടാണ് ഞാൻ ഈ മലയാളികൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ട്. കാരണം നമ്മുടെ അനുഭവമാണ്. അതും ഇത്രയും ഒക്കെ ചെയ്യേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ പോലും നമ്മൾ ചെയ്യുന്നില്ല. അപ്പം അതിന് എനിക്കൊരു പഠനത്തിൻ്റെ റിപ്പോർട്ട് എൻ്റെ മുമ്പിലുണ്ട്. നമ്മുടെ ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൻ്റെ അവരൊരു പഠനം പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ കഴിച്ചാൽ പ്രമേഹ രോഗത്തെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ള വിവരം മലയാളിക്ക് അറിയാം. പക്ഷേ ഭക്ഷണത്തിൽ മാറ്റം വരുത്തില്ല. ഒരു കാര്യമുണ്ട്, ഉപ്പ് കുറച്ചാൽ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ കഴിയും എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ 2 കാര്യങ്ങളും അറിഞ്ഞിട്ടും മലയാളിയുടെ ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തുന്നില്ല എന്നാണ് ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അച്യുതമേനോൻ സെൻറ്ററിൻ്റെ പഠനം പറഞ്ഞത്. നമുക്ക് നോക്കിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുമ്പോൾ നമുക്ക് ഒരു അതിനകത്തുള്ളൊരു നമ്മൾ ചെയ്യാത്തതിൻ്റെ ഒരു വിഷമോ അല്ലെങ്കിൽ സങ്കടമൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നതുകൊണ്ട് ഞാൻ അങ്ങനൊരു ഭാഗം ഉപയോഗിച്ചത്. നമുക്ക് ആധുനികതയെ നമ്മൾ തള്ളിക്കളയരുത്. അത് എല്ലാം നമുക്ക് തെറ്റാണ് എന്ന് പറയുന്നത് ശരിയല്ല. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് പലപ്പോഴും പണിക്കുള്ള ആളിനെ കിട്ടുന്നില്ല. നമ്മൾ മുമ്പ് ഇന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കാർഷിക മേഖലയിലെ പണി. ഇപ്പം എങ്ങനെയാവണം? കാർഷിക മേഖലയിലെ പണി നമ്മൾ പരമ്പരാഗതമായ കർഷക തൊഴിലാളികൾ എന്നുള്ളത് മാറി ഒരു യന്ത്രവൽകൃത സേനയായിട്ട് മാത്രമേ കേരളത്തിൽ അതിന് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ചെറിയ കൂടുതൽ സമയങ്ങളിലേക്ക്, കൂടുതൽ പറമ്പുകളിലേക്കും മറ്റും എത്തി സാധാരണ കൊടുക്കേണ്ടതിനേക്കാൾ കുറഞ്ഞ പൈസയ്ക്ക് ഇവർ കൊടുക്കുമ്പോൾ, ഇപ്പോൾ ചെറിയ പൈസയാവും. നേരത്തെ 1000 രൂപ കൊടുക്കേണ്ടി വരാൻ 500 മതി. പക്ഷേ 500 കൊണ്ട് എങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റും? എനിക്ക് 2 or 3 ഇടത്ത് പോകാൻ പറ്റും. ഞാൻ ഒരു ദിവസം പോയി എനിക്ക് 1000 കിട്ടുമായിരുന്നു. പക്ഷേ ഞാൻ 3 ഇടത്തായിട്ട് ആ ഒറ്റ ദിവസം പോയി 1500 വാങ്ങുന്നു. അപ്പോൾ എനിക്ക് സഹായിക്കുന്നത് യന്ത്രങ്ങളാണ്. അത് ചിലപ്പോൾ ഈ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ ആവാം, ഡ്രോൺ ആവാം. അപ്പോൾ യന്ത്രവൽകൃത സേന അതാണ് ഈ കാർഷിക കർമ്മസേനയും കൃഷിശ്രീ സെൻ്ററുകളും. ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ഒരു യന്ത്രവൽകൃത സേന തന്നെ നല്ലതാണ് ഏറ്റവും നമുക്കിവിടെ. അത് ഞങ്ങൾ ഈ കൃഷിക്കൂട്ടങ്ങളെയും കൂടി ഇതിലേക്ക് മാറ്റുന്നുണ്ട്. അവരുടെ വേതനത്തിൻ്റെ കാര്യം നമുക്ക് നോക്കാം. പക്ഷേ എത്രമാത്രം നമുക്കൊരു ഗവൺമെൻറ് എല്ലാം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കൂടി നോക്കണം. അപ്പോൾ ഈ പോകുന്ന ഇടങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കർമ്മസേനകൾ അവരുടെ ഒരു വേതനമെല്ലാം നിശ്ചയിക്കുന്നത്. നല്ലവണ്ണം ലാഭകരമായി പോകുന്ന നിരവധിയായ കാർഷിക കർമ്മസേനകളുണ്ട്, അഗ്രോ സർവീസ് സെൻ്ററുകളുണ്ട്, കൃഷിശ്രീ സെൻ്ററുകളുണ്ട്. അപ്പോൾ ഈ സെൻ്ററുകളും അതെല്ലാം ഒരു യന്ത്രവൽകൃത സേനയാണ്.
അങ്ങനെയാണ് ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ. അതിന് ഞങ്ങൾ ഈ സ്മാം പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തി നല്ല സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. മിനിസ്റ്ററോട് ഇനി ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട് എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ നമ്മുടെ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ വളരെ നിർണായകമാണ്. മതിയായ വില കിട്ടുന്നുവെങ്കിൽ കർഷകൻ തീർച്ചയായും അത് വിട്ടുപോകില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതിലേക്ക് ഉള്ള ചുവടുവയ്പ്പുകൾ പോകുമ്പോഴും ഞാൻ ഇക്കാര്യത്തിൽ നിരാശനാവാനൊന്നും തയ്യാറല്ല. കാരണം ഇതുപോലുള്ള കുട്ടികൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ പകരുന്ന ഒരുപാട് കാര്യങ്ങൾ കൂടി. എനിക്ക് ഒരു മിനിറ്റ് കൂടെ തരണം എന്തായാലും. ഓക്കെ, അത് മറന്നു പോയതുകൊണ്ടാണ്. ഇപ്പോൾ കർഷകൻ്റെ വരുമാനം വർദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാര്യം. അല്ലാതെ നമുക്ക് കർഷകൻ പിന്നെ ദൈവമാണ്, കർഷകൻ നമ്മുടെ നട്ടെല്ലാണ്, ഇതൊന്നും പറഞ്ഞിട്ട് ഈ പ്രസംഗം കൊണ്ടൊന്നും ഒരു കഥയൊന്നുമില്ല. കർഷകന് വേണ്ടത് കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ന്യായമായ വില കിട്ടുക എന്ന് വെച്ചാൽ, ഞാൻ കൃഷിയിൽ ഏർപ്പെട്ടാൽ എനിക്ക് മധുവിനെ പോലെ, ഞാൻ മധു അങ്ങനെ പറയല്ല, അല്ലെങ്കിൽ വേറൊരാളിനെ പോലെ അന്തസ്സാർന്ന ജീവിതം നയിക്കാൻ എനിക്ക് കൃഷി ഉപകരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഞങ്ങൾ മോൻ ഉറങ്ങിക്കോ പുതപ്പിച്ചോളാം എന്ന് പറഞ്ഞൊന്നും കഥയൊന്നുമില്ല. അപ്പം അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ വരുമാനത്തിൻ്റെ വർധന എങ്ങനെയാണ്? ഒന്ന്, ഈ ഉൽപ്പന്നം കൊണ്ടുവച്ചാൽ അതിന് വില കിട്ടണം. വേറെ ഏത് ഉൽപ്പന്നത്തിൻ്റെ കാര്യത്തിനകത്തും നിങ്ങളൊരു ഷർട്ട് ഉണ്ടാക്കിയാൽ ആ ഷർട്ട് നിങ്ങൾ പറയുന്ന വിലയ്ക്ക് വിൽക്കാം. നിങ്ങൾ ഒരു കൃഷിക്കാരൻ അവൻ്റെ ഉൽപ്പന്നം വില പേശേണ്ട അവസ്ഥയാണ്. ഇവിടെ ഈ ഉൽപ്പന്നത്തെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കുക. നിങ്ങൾ സഹായിക്കുമോ? ഞങ്ങൾ സഹായിക്കും. 2, ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് ആവശ്യമായ യന്ത്രങ്ങളുടെ അല്ലെങ്കിൽ മിഷണറീസ് ഉണ്ടാവും. സഹായിക്കുമോ? സഹായിക്കാം. 3, ഇതെങ്ങനെ പാക്ക് ചെയ്യും? ഇന്ത്യയിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിംഗ് ആണ് മുംബൈയിൽ. കൃഷി വകുപ്പ് അവരുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ച് കഴിഞ്ഞു. ഞങ്ങൾ 14 ജില്ലകളിലും ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു. ഇനി ആർക്കെല്ലാം ഏത് കർഷകനും സൗജന്യമായിട്ട് ട്രെയിനിങ് അവിടെ വിട്ടും പരിശീലിപ്പിക്കാം. ഈ പാക്കിംഗ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം IIMR പോയി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റ് റിസർച്ച്. അവരുടെ ഒരു പുതിയ പാക്കിംഗ് കണ്ട് ഈ കുക്കീസൊക്കെ വരുന്നതിൻ്റെയാണ്. എനിക്ക് അത്ഭുതപ്പെട്ടു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞൊരു ആ പാക്കറ്റ് കാണുമ്പോൾ നമുക്ക് തോന്നും, എടുക്കണം തോന്നും. ഒരു പാക്കേജ് വെറുതെ അല്ലാതെ പ്ലാസ്റ്റിക് കവറിനകത്താക്കി സീൽ ചെയ്തിട്ടുമല്ല. കൃഷി വകുപ്പ് IIP മുംബൈയുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ കമ്പനി വേണ്ടേ? ഒരു കമ്പനിയായി, കേരള അഗ്രോ ബിസിനസ് കമ്പനി. ഞാൻ പറഞ്ഞതൊരു ഇതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാതെ വരുമാന വർധനവ് ബജറ്റിൽ ഇങ്ങനെ. അതുകൊണ്ടില്ല, കർഷകന് വരുമാനത്തിൽ വർധനവ് ഉണ്ടാവണം. ആ വർധന ഉണ്ടാവാൻ എവിടത്താണ് നമുക്ക് ഈ ഗ്യാപ്പ് ഉള്ളത്? നമ്മുടെ ദേവിക പറഞ്ഞാണ്, എവിടെയാണ് ഗ്യാപ്പ് ഉള്ളത്? ചൂണ്ടിക്കാണിക്കപ്പെടുന്നിടത്ത് ആ ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും? അതടച്ച് കർഷകന് നല്ല വരുമാനം ലഭ്യമാകുന്ന തരത്തിലേക്ക് എത്തണമെന്ന് തന്നെയാണ് അഭിപ്രായം. അതിന് എന്ത് നിർദ്ദേശങ്ങളുണ്ടെങ്കിലും നമുക്കത് നടപ്പിലാക്കി. ഈ നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ മുമ്പിൽ കണ്ട കാര്യങ്ങളിൽ നിന്ന്, മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന്, അല്ലാതെ ഞാൻ തന്നെ വന്നിട്ട് IIP മുംബൈയുടെ പേരും കേട്ട് വന്നിട്ട് ഇപ്പോൾ തീരുമാനം എടുത്തല്ല. അനുഭവത്തിൽ നിന്നാണ് ആ തീരുമാനത്തിൽ. കാപ്കോ അനുഭവത്തിൽ നിന്നാണ് അതിലേക്ക് വന്നതെല്ലാം. B2B മീറ്റുകൾ, DPR ക്ലിനിക്ക് അനുഭവത്തിൽ നിന്നാണ് അതിലേക്കെല്ലാം വന്നതെല്ലാം. എൻ്റെ തന്നെ നേരിട്ടുള്ള അനുഭവം ഉണ്ടായിരുന്നു. ലോണിന് വേണ്ടി പോയിട്ട് വൈദ്യുതി അടിച്ച് പുഴുത്തയാവത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ പോയി. ഞാൻ പോയി ലോണിന് പോയി നാട്ടിൽ എത്രയോ പേർക്ക് ലോണിന് വേണ്ടി പോയിട്ടുള്ള ഞാൻ ഒരു ബാങ്കിൽ കയറി ഇറങ്ങി നടന്നതിന് കയ്യും കണക്കില്ല. എനിക്ക് ലോൺ കിട്ടിയില്ല കേട്ടോ. ലോൺ കിട്ടാതെ തിരിച്ചു പോരേണ്ടി വന്ന ഒരാളാണ് ഞാൻ തുടങ്ങിയ പരിപാടി പൊളിഞ്ഞതായി പോയതാണ്. അപ്പോൾ നമുക്കപ്പോൾ മനസ്സിലായി, ഈ ലോൺ കണ്ടുകൊണ്ട് മാത്രം തുടങ്ങാൻ പോയിട്ടും കഥയില്ല. ഇതൊക്കെ അനുഭവത്തിൻ്റെ അതിലുള്ള പാഠങ്ങളാണ്. അതിൽ നിന്നാണ് നമ്മളിലേക്കെല്ലാം വന്നത്. അതുകൊണ്ട് കർഷകനെ സഹായിക്കാൻ കഴിയുന്ന എന്തെല്ലാമാണ് ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യേണ്ടത് അതെല്ലാം ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. പക്ഷേ ഞാൻ ഒറ്റക്കാര്യം പറഞ്ഞു, നമ്മൾ പലപ്പോഴും കാണുന്നത് എന്താ, ആയുധത്തിനുള്ള പ്രാധാന്യം അന്നത്തിനില്ലാത്തൊരു രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആയുധങ്ങൾക്ക് എത്ര കോടി മുടക്കുന്നു, അന്നത്തിന് എത്ര കോടി മുടക്കുന്നു. ഈ രീതി എന്ന് സമൂഹത്തിൻ്റെയും സർക്കാരുകളുടെയും ഈ നിലപാടുകൾ മാറിയേ മതിയാവുള്ളൂ. അത് മാറാതെ ബാക്കി പറയുന്നതെല്ലാം വെറും വർത്തമാനങ്ങൾ മാത്രമാവും. ഇതാണ് ഏറ്റവും തിരുത്തേണ്ടത് അവിടങ്ങളിലൊക്കെയാണെന്നാണ്. തീർച്ചയായും നല്ല നിർദ്ദേശമാണ്. ചുവടുകൾ വച്ചിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയുമാണ്. പക്ഷേ പറഞ്ഞു വരുമ്പോൾ ആദ്യ ചില ചുവടുകളെങ്കിലും നമ്മൾ ഓടിക്കയറേണ്ടുന്നൊരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടുന്നൊരു സാഹചര്യമാണ്. സമയം വൈകിയത് കൊണ്ട് മാത്രമാണ് ഈ രണ്ടുപേരിൽ നിന്നും കുറെ കൂടി കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ മന്ത്രി കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞത് എന്തായാലും നന്നായി. സംശയങ്ങൾ ഇനിയും ബാക്കി നിൽക്കുന്നു. ബാക്കി നിർത്തിക്കൊണ്ട് തന്നെ എപ്പോഴും കൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഫണ്ടമെൻ്റലിസ്റ്റുകളായി ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നുന്ന ഒരാളായതുകൊണ്ട് താങ്ക് യു.